അന്യായം ചെയ്തിട്ടില്ല. ഞങ്ങൾ ആരോടും അന്യായം ചെയ്തിട്ടില്ല, ആരെയും കെടുത്തിയിട്ടില്ല. നമുക്ക് ആ വാക്കാണ് ഇന്ന് അധികം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ആരെയും കെടുത്തിയിട്ടില്ല, ആരോടും ഒന്നും വഞ്ചിച്ചെടുത്തിട്ടുമില്ല. സ്തോത്രം. ഇത് ദൈവസഭയുടെ നടുവിൽ നിന്നുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരോട് പറയുന്ന, കൊരിന്ത്യ സഭയുമായിട്ട് ചില കാര്യത്തിൽ സ്തോത്രം അല്പമായ പ്രയാസങ്ങൾ കൊരിന്ത്യ സഭ പൗലോസിനെ തെറ്റിദ്ധരിച്ചതുകൊണ്ട് ഉണ്ടായ ഒരു പ്രയാസത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് കൂടെയാണ് അദ്ദേഹം ഈ കാര്യം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗം അദ്ദേഹം ന്യായീകരിക്കുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. 1, 2, 3, 4 എന്ന് 4 വാക്കുകളെയും വേണമെങ്കിൽ നമുക്ക് വിശകലനം ചെയ്യാം. പക്ഷെ 4 വാക്കുകളും വിശകലനം ചെയ്യാൻ നമ്മൾ സ്വാവകാശം എടുത്താൽ ദൂതിൻ്റെ പ്രസക്തമായ ഭാഗത്തേക്ക് വരാൻ കഴിയത്തില്ല എന്നുള്ള ആശങ്ക എൻ്റെ അകത്തുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും തുടക്കം ഇതാണ്: നിങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് ഇടം തരുവീൻ. എല്ലാവരെയും നമ്മുടെ ഉള്ളിലേക്ക് കയറ്റാറില്ല. സ്തോത്രം. വീടിൻ്റെ ഉള്ളിലേക്കല്ല, ഹൃദയത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് സ്തോത്രം എല്ലാവർക്കും സ്ഥാനം കൊടുക്കാറില്ല. എല്ലാവരും നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുമില്ല. സ്തോത്രം. ചിലർക്കൊക്കെ നമ്മുടെ മനസ്സിനകത്ത് സ്ഥാനമുണ്ട്. നമ്മുടെ രക്തബന്ധങ്ങൾക്ക്, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, മക്കളോടുള്ള ബന്ധത്തിൽ, മാതാപിതാക്കളോടുള്ള ബന്ധത്തിലൊക്കെ അവരുടെ സ്ഥാനം, ഓരോരുത്തരുടെ വ്യക്തിബന്ധം, അവിടെയാണ് സ്നേഹത്തിൻ്റെ വലിയ സ്തോത്രം ഇടപാടുകളിരിക്കുന്നത്. സ്തോത്രം. ഹൃദയത്തിനകത്ത് സ്ഥാനം കിട്ടിയ ചുരുക്കമാണ്. ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട് പൗലോസ്, നിങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇരിക്കുന്നു. 3-ാം വാക്യം വായിക്കുമ്പോൾ കണ്ടോ? സ്തോത്രം. നിങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇരിക്കുന്നു എന്ന് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പൗലോസിൻ്റെ സഭയുമായിട്ടുള്ള ബന്ധം, കൊരിന്ത്യ സഭക്കാരെല്ലാവരും പൗലോസിനെ സംബന്ധിച്ച്, അപ്പോസ്തലന്മാരെ, കർത്തൃദാസന്മാരെ സംബന്ധിച്ച് അവർ ഇവരുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്, ഹൃദയത്തിനകത്താണ് ഇരിക്കുന്നത്. പക്ഷേ സ്തോത്രം, കൊരിന്ത്യ സഭക്കാരുടെ എല്ലാവരുടെ അകത്ത് പൗലോസിന് ഇടം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് ഇടം തരിക. സ്തോത്രം. ഇടം തരിക എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ബാക്കി കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ ഞങ്ങൾക്കൊരവസരം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരവസരം തരിക. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ആരോടും അന്യായം ചെയ്തിട്ടില്ല. അടുത്ത വാക്ക്, ആരെയും നമ്മൾ ആ വാക്കുകൾ മാത്രം ചേർത്ത് വെച്ച് ബാക്കി ദൂതിലേക്ക് കിടക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് ഇടം തരിക, ഞങ്ങൾ ആരെയും കെടുത്തിയിട്ടില്ല. സ്തോത്രം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങാം. നമ്മുടെ അകത്തിരുന്നുകൊണ്ട് നമ്മളെ കെടുത്തുന്ന ശക്തികളുമുണ്ട്, വ്യക്തികളുമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ, പുറത്തുനിന്ന് നമുക്ക് പല പ്രശ്നങ്ങൾ വന്നേക്കാം. എന്നാൽ നമ്മുടെ അകത്ത് സ്ഥാനം പിടിച്ചിരിക്കുന്ന വിഷയങ്ങളാകട്ടെ, വ്യക്തികളാകട്ടെ, പ്രശ്നങ്ങളാകട്ടെ, ചിന്തകളാകട്ടെ, ഇത് നമ്മുടെ അകത്തിരുന്നുകൊണ്ട് നമ്മളെ കെടുത്തരുത് എന്ന് പറയുമ്പോൾ തിരിച്ച് നമ്മൾ ചിന്തിക്കണം. സ്തോത്രം. നമ്മൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്ക് പോലെ, എൻ്റെ വാക്യങ്ങളൊക്കെ ഞാൻ പറയും, എടുത്തു തരാം. സ്തോത്രം. വേണമെങ്കിൽ ഇത് കെട്ടുപോകാം. സ്തോത്രം. വേണമെങ്കിൽ കെട്ടുപോകാം. പക്ഷേ ദൈവത്തിൻ്റെ തിരുവചനം നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്: കെടാൻ പാടില്ലാത്തതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. കെടുത്തുന്ന ശക്തികൾ ചുറ്റുവട്ടത്തിലുണ്ട്. സ്തോത്രം. പല വിഷയങ്ങൾ, നമ്മുടെ ആത്മാർത്ഥതയെ, നമ്മുടെ ആത്മീയതയെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ, നമ്മുടെ സ്നേഹത്തെ, നമ്മുടെ പ്രത്യാശയെ, നമുക്ക് ദൈവത്തോടുള്ള പ്രാഗൽഭ്യത്തെ, നമുക്ക് ദൈവസന്നിധിയിലുള്ള വിലയെ, ഇതിനെയൊക്കെ കെടുത്തുന്ന ചില ശക്തികൾ ചുറ്റുവട്ടത്തിലുണ്ട്. ഇന്ന് പകൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം എന്നോട് പറഞ്ഞത്, നമ്മളെ കെടുത്താൻ നോക്കുന്ന ചില ശക്തികൾ, ചില വിഷയങ്ങൾ, ചില ഭാരങ്ങൾ, അതെന്ത് തന്നെയാണെങ്കിലും, ഇതിനകത്ത് വന്നവരും ഓൺലൈനിൽ വാച്ച് ചെയ്യുന്നവരും, നിങ്ങൾ എവിടെ ഇരുന്നാലും നിങ്ങളെ കെട്ടുപോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും കെടുത്താൻ നോക്കുന്ന തീവ്രമായ ശക്തികളുടെ നടുവിൽ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ കെടാതിരിക്കണം. ഹല്ലേലൂയ. കാറ്റുള്ള ദിവസം വിളക്ക് കത്തിച്ച് വെച്ചിട്ട് കെടാതിരിക്കാൻ കൈകൊണ്ട് മറയ്ക്കുന്നത് പോലെ പരിശുദ്ധ ദൈവത്തിന്റെ വലിയ കരങ്ങൾ ഇന്ന് പകൽക്കാലവും നിങ്ങൾ കെടാതിരിക്കാൻ വേണ്ടി സ്വർഗത്തിലെ ദൈവത്തിന്റെ അശ്രാന്ത ശ്രമം, ചിലപ്പോൾ ദൈവദാസന്മാരുടെ രൂപത്തിൽ, ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെ രൂപത്തിൽ, ചിലപ്പോൾ ദൈവത്തിന്റെ തന്നെ കരുതലിന്റെ രൂപത്തിൽ, 2 കരങ്ങൾ പോലെ. സ്തോത്രം. ഹല്ലേലൂയ. വിളക്ക് കത്തിച്ചിട്ട് കെടാതിരിക്കാൻ വേണ്ടി കരം കൊണ്ട് ഇങ്ങനെ, സ്തോത്രം. ഹല്ലേലൂയ. വിളക്ക് കത്തിച്ചിട്ടുള്ളവർക്കറിയാം, പഴയ കാലത്ത് കെടാതിരിക്കാൻ വേണ്ടി 2 കൈ കൊണ്ട് ഇങ്ങനെ കാറ്റുള്ളപ്പോൾ മറച്ചു പിടിച്ച ദിവസങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഇതുപോലെ സ്തോത്ര പ്രശ്നങ്ങൾ വന്നപ്പോൾ, പ്രതിസന്ധികൾ വന്നപ്പോൾ നമ്മൾ കെട്ടുപോകാതിരിക്കാൻ വേണ്ടി ദൈവം കരമായിട്ട് ഉപയോഗിച്ചത് ചിലപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ദൈവദാസനെ ആയിരിക്കാം. എന്താണെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവിൽ പറയാം, ഞാനും നിങ്ങളും എത്രയോ പ്രാവശ്യം ചില വിഷയങ്ങളും ചില പ്രയാസങ്ങളൊക്കെ നേരിട്ടപ്പോൾ കെട്ടുപോകാമായിരുന്നു. ഹല്ലേലൂയ.
പക്ഷെ കെടാൻ ദൈവം ഇന്ന് വരെ സമ്മതിച്ചിട്ടില്ല. ഹല്ലേലൂയ. ദൈവം അത് അനുവദിച്ചിട്ടില്ല. ദാവീദിന്റെ ജീവിതത്തിൽ കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്യമാണെങ്കിലും 18-ാം സങ്കീർത്തനത്തിനകത്ത് പറയുന്നൊരു വാക്യമുണ്ട്. ഹല്ലേലൂയ. 18-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, സ്തോത്രം, നീ എൻ്റെ ദീപത്തെ കത്തിച്ചു. ഹല്ലേലൂയ എന്നെഴുതിയിരിക്കുന്ന ഒരു വാക്യം. ഹല്ലേലൂയ. ദൈവമേ, നീ എൻ്റെ 28-ാമത്തെ വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? 28-ാമത്തെ വാക്യം, ദീപത്തെ കത്തിക്കും, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. എനിക്കൊരു വിളക്ക് തരും, എനിക്കൊരു വെളിച്ചം തരുമെന്നല്ല, നീ എൻ്റെ ദീപത്തെ കത്തിക്കും. സ്തോത്രം. ദൈവമാണ് ഒരു മനുഷ്യനെ കത്തിക്കുന്നത്. സ്തോത്രം. ദീപം എന്ന് പറയുന്നത് ആത്മാവിനെ ഉദ്ദേശിക്കുന്നത്. സദൃശ്യവാക്യത്തിൽ വേറെ വാക്യമുണ്ട്. അപ്പം നമ്മുടെ അകത്തെ വെളിച്ചം, നമ്മുടെ അകത്തെ വിളക്ക്, നമ്മുടെ അകത്തെ തിരുനാളം, അതിന് തീ കൊടുക്കുന്നത് മനുഷ്യനാരുമല്ല, അത് കത്തിക്കുന്നത് ലോകത്തിലാരുമല്ല, സ്വർഗത്തിലെ ദൈവമാണ്. സ്തോത്രം. അത് കത്തിച്ചാൽ അത് കെടുത്താൻ വേണ്ടി സാത്താന്റെ ശക്തികളും അന്ധകാരത്തിന്റെ വ്യാപാരങ്ങളും കെടുത്താൻ വേണ്ടി പലവിധ പണികൾ നോക്കുമ്പോൾ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ പരിപാടി ഒരിക്കൽ പോലും അത് കെടാനിടയാകരുത്. ഇവിടെ പറയുന്നു, പൗലോസ് പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്കിടണ്ട. നിങ്ങളുടെ ഉള്ളിൽ ഇരുന്നോണ്ട് നിങ്ങളെ കെടുത്താനല്ല, നിങ്ങളുടെ ഉള്ളിൽ ഇരുന്നോണ്ട് നിങ്ങളെ കെടുത്തിക്കളയാനല്ല, നിങ്ങളെ പിന്നെ ഈ ചൂട് പിടിപ്പിക്കാൻ, നിങ്ങളെ കത്തിക്കാൻ. ചില വസ്തുതകളെ, ചില കാര്യങ്ങളെ, ചില വ്യക്തികളെ അകത്ത് പ്രവേശനം കൊടുത്താൽ ചിലരെ നമ്മളെ കെടുത്തിക്കളയുമ്പോൾ, ചിലരങ്ങനെയല്ല, ചിലരെ നമ്മളെ സ്വർഗത്തിലെ ദൈവത്തിന്റെ തിരുസന്നിധാനത്തിൽ ചാരം മൂടിക്കിടക്കുന്നവരെ സ്വർഗം ഊതി കത്തിക്കാൻ ഇടയാക്കി തീർക്കും. ഇന്ന് പകല് വന്നവരെ ദൈവം കത്തിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്ര. ഹല്ലേലൂയ. കെടുത്തിക്കളയുക എന്ന വാക്ക് നമ്മുടെ മനസ്സിനകത്ത് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വിളക്ക് കത്തിച്ച് വെച്ച് തന്നെ ഊതിക്കെടുത്തുന്നത് പോലെയാണ്. അതിനുവേണ്ടി മാത്രമല്ല വിശുദ്ധ ബൈബിളിനകത്ത് പദം ഉപയോഗിച്ചിരിക്കുന്നത്. മലയാള ഭാഷയേക്കാൾ ബൈബിളിൻ്റെ പദങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. കൊച്ചു കൊച്ചു പദങ്ങൾ കൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിള്. ഉണ്ട്. സ്തോത്രഹല. ഒരു 4-5 കാര്യങ്ങളും ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. സ്തോത്രഹല. അതിനോടനുബന്ധപ്പെട്ട് ചില വ്യക്തിപരമായ ദൂതുകളും ആ വാക്യങ്ങളിലൂടെ നിങ്ങളോട് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ബോധ്യമാക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. കെടുത്തിക്കളയുക എന്ന് പറയുന്നത് തത്വത്തിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സ്തോത്രം വിളക്കൂതിക്കെടുത്തുന്നത് പോലെ ഒരു ഇരുട്ടിനെ സ്തോത്രം സമ്മാനിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. എന്നാൽ ചില വാക്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഞാൻ എൻ്റെ വാക്കുകൊണ്ട് പറയുന്നതിനേക്കാൾ വാക്യത്തിലൂടെ നിങ്ങളോട് പറയുന്നത് കുറച്ചുകൂടെ ദൈവവചനത്തിൻ്റെ പ്രാഗൽഭ്യം കൂടി നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടെ നമുക്കൊന്ന് 2 വാക്യങ്ങളിലേക്ക് നോക്കാം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യം. 5 കാര്യങ്ങളെങ്കിലും കെട്ടുപോകാവുന്നത് നമ്മുടെ ചുറ്റിപ്പറ്റിയുണ്ട്. അതിൻ്റെ വ്യാഖ്യാനങ്ങളിലേക്ക് വരികയാണ്. വായിക്കാം നമുക്ക്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? പശ്ചാത്തലങ്ങൾ നോക്കുന്നില്ല, ഭാഗം മാത്രം എടുത്തുകൊണ്ട് ദൂത് പറയാൻ ആഗ്രഹിക്കുന്നത്. യാക്കോബ് 1:11 എന്താ എഴുതിയിരിക്കുന്നത്? സൂര്യൻ ഉഷ്ണക്കാറ്റോടെ ഉദിച്ചിട്ട് പുല്ലുണങ്ങി പൂ ഉതിർന്ന് അതിന്റെ രൂപഭംഗി കെട്ടുപോകുന്നു. സ്തോത്രം. ഒരു വാക്കോടെ കയറ്റി വായിച്ചട്ടെ ശീലാന്റെ, ഒരു വാക്കോടെ കയറ്റി വായിച്ചട്ടെ, എന്നാൽ ഇതിന്റെ അർത്ഥം പൂർണ്ണമായി കിട്ടുള്ളൂ. സ്തോത്രം. 10-ാമത്തെ വാക്യം കൂടി എഴുതിയാട്ടെ. എന്നാൽ എളിയ സഹോദരൻ തന്റെ ഉയർച്ചയിലും ധനവാനോ പുല്ലിന്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകിയാൽ തന്റെ എളിമയിലും പ്രശംസിക്കട്ടെ. സ്തോത്രം. ഞാൻ പശ്ചാത്തലം പറയാൻ വേണ്ടി വാക്കോടെ കയറ്റി വായിക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മൾ പശ്ചാത്തലത്തിലേക്ക് അധികം ഇറങ്ങുന്നില്ല. വാക്കിങ്ങനെയാണ്. 11-ാം വാക്യം. സൂര്യൻ ഉഷ്ണക്കാറ്റോടെ ഉദിച്ചിട്ട് പുല്ലുണങ്ങി പൂ ഉതിർന്ന് അതിന്റെ രൂപഭംഗി കെട്ടുപോകുന്ന ചില വാക്കുകൾ ഞാൻ പറയാം. രൂപഭംഗി കെട്ടുപോകുന്നു. സ്തോത്ര. ഹല്ലേലൂയ. രൂപഭംഗി കെട്ടുപോകുന്നു. ഇവിടെ പുല്ലിനോട് ഉപമിച്ചിരിക്കുക. സ്തോത്രം. ചെറിയൊരു പുൽക്കൊടി, അത് രാവിലെ ഉണർന്നു നോക്കുമ്പോൾ നല്ല പച്ചപ്പോടുകൂടി വേരൂന്നി നിന്നിട്ട് അതിൻ്റെ തലപ്പൽ ഒരു ചെറിയ പൂവോടെ നിൽക്കുന്നത് ഏത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൂവുള്ള ഒരു പുൽച്ചെടി കണ്ണിനിമ്പമാണ്. ഇവിടെ എഴുതിയിരിക്കുന്നു, പെട്ടെന്ന് അതിൻ്റെ സ്തോത്രം അതിൻ്റെ പുല്ലുണങ്ങി പൂ ഉതിർന്നു. ഇത് രണ്ടും കൂടി സംഭവിക്കുമ്പോൾ ഇതിൻ്റെ രൂപഭംഗി കെട്ടുപോകുന്നു. സ്തോത്രം. രൂപഭംഗി എന്നൊരു വാക്ക് കണ്ടോ? എല്ലാത്തിനൊരു ആത്മീകത്തിനൊരു രൂപഭംഗിയുണ്ട്. വേണ്ട, നമുക്ക് തന്നെ ദൈവമായ കർത്താവ് നമ്മുടെ രൂപത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് തൻ്റെ സദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചെന്നാണ്. സ്തോത്രം. ഹല്ലേലൂയ.
യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ യെശയ്യാ പ്രവചനം 53 അധ്യായത്തിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ആ അധ്യായം വായിച്ചിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ യെശയ്യാവ് 53 നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ വിവരിക്കുന്ന അധ്യായമാണ്. പ്രവാചകൻ കണ്ടിരിക്കുന്ന, യേശു ജനിക്കുന്നതിനേക്കാൾ മുമ്പ് ആ കഷ്ടത്തെ കണ്ടിരിക്കുന്ന അധ്യായമാണ് 53 അധ്യായം. 53 അധ്യായത്തിനകത്ത് കർത്താവിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെയാണ്: അവൻ ഇളയ തൈ പോലെയും സ്തോത്രം വരണ്ട നിലത്ത് വേറെ മുളയ്ക്കുന്നത് പോലെയും ഇരിക്കും. എന്നിട്ട് പറയുന്നു, അവന്റെ മുൻപാകെ വളരും, അവന് രൂപഗുണം ഇല്ല. സ്തോത്രം. നോക്ക്, യേശു ക്രിസ്തു 10,000 സുന്ദരനായിരുന്നു, കോടിക്കണക്കിന് ദൂതന്മാരുടെ ആരാധ്യനായിരുന്നു. പക്ഷെ സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് താണ ഭൂമിയിൽ വന്ന് നമ്മെ രക്ഷിക്കാൻ വേണ്ടി കാൽവരിയിലേക്ക് പോകുന്ന കഷ്ടാനുഭവത്തെ പ്രവാചകൻ കണ്ടപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവന്റെ രൂപഗുണം ഇല്ലാതെയായി. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് ദൈവത്തിൻ്റെതായിരിക്കുന്ന ഒരു രൂപഗുണമുണ്ട്. സ്തോത്രം. ഒരു രൂപഗുണം. അതിന് ആ വാക്കുകൾ വ്യാഖ്യാനിച്ചെടുക്കേണ്ടതാണ്. ഈ യാക്കോബിൽ പറഞ്ഞിരിക്കുന്നത് രൂപഭംഗിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഉഷ്ണക്കാറ്റടിച്ചപ്പോൾ ആ രൂപഭംഗി കെട്ടുപോയി. സ്തോത്രം. ഹല്ലേലൂയ. ആത്മീക ജീവിതം തുടങ്ങിയപ്പോൾ വിശ്വാസത്തിന് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഷേപ്പോ തൊലിയുടെ കളറല്ല പറയുന്നത്. വിശ്വാസത്തിനൊരു ഫോമുണ്ട്, അതിനൊരു മോഡലുണ്ട്. സ്വർഗസ്ഥനായ ദൈവം നമ്മളെ, യെശയ്യാവിലൊക്കെ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്: സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെ നിർമ്മിച്ചും ഉണ്ടാക്കിയും സൃഷ്ടിച്ചും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ സ്വർഗത്തിലെ ദൈവം തൻ്റെ ജനത്തെ കഷ്ടതയുടെ തീച്ചൂളക്കകത്തിട്ടൊരു രൂപമാക്കി ഒരു മോൾഡ് ചെയ്തു. സ്തോത്രം. അങ്ങനെ ഒരു നിലവാരത്തിൽ ദൈവം കൊണ്ടുവന്നു. അതിനെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ, ഉഷ്ണക്കാറ്റാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്റെ കുടുംബത്തിന് തന്ന്, നിന്റെ ജീവിതത്തിന് തന്ന്, നിന്റെ ആയുസ്സിനും നിന്റെ തലമുറയ്ക്കും തന്ന് ആ രൂപ ഭംഗിയുണ്ടല്ലോ, അത് കെട്ടുപോകത്തക്ക രീതിയിൽ ചില പ്രശ്നങ്ങൾ ഉഷ്ണക്കാറ്റ് പോലെ ആഞ്ഞടിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം സ്വർഗം ആഗ്രഹിക്കുന്നു ആത്മീക ശുശ്രൂഷ കൊണ്ട് രൂപഗുണം കെട്ടുപോകാനല്ല, രൂപഭംഗി കെട്ടുപോകാൻ ശത്രു ശ്രമിക്കുന്ന ചില തന്ത്രങ്ങളെ ഇന്ന് പകൽക്കാലം ദൈവമക്കൾ തിരിച്ചറിയുക. നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിനൊരു രൂപഗുണമുണ്ട്, അതിന് രൂപഭംഗിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഫോട്ടോ എടുത്ത് കയ്യിൽ നോക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിന്റെ രൂപഭംഗി അത് ലോകം തരുന്നതല്ല, അത് ബ്യൂട്ടി പാർലറിൽ നിന്ന് കിട്ടുന്നതല്ല, ജന്മനാ കിട്ടുന്നതല്ല. പ്രാർത്ഥിച്ചും ആരാധിച്ചും ഉപവസിച്ചും ദൈവകൃപയാൽ നേടിയെടുത്ത രൂപഭംഗി നിന്റെ ജന്മഗുണത്തേക്കാൾ അധികമായ ദൈവത്തിന്റെ കൃപയുടെ ആ രൂപഭംഗി ഇന്ന് പകലിൽ അത് കെട്ടുപോകാൻ അതിന് സാത്താന്റെ ശക്തികൾ ആഴമായി നോക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ പറയണം: സ്വർഗം എനിക്ക് തന്നൊരു രൂപഭംഗിയുണ്ട്. അത് പുറമേ കാണുന്ന അഴകല്ല, ആത്മീകത്തിന്റെ സൗന്ദര്യമുണ്ട്, ദൈവകൃപയോടൊരു ചാതുര്യമുണ്ട്, സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയുണ്ട്. പലരും എന്നെ ഇഷ്ടപ്പെടുന്ന, ഞാൻ ആ വാക്കുപയോഗിക്കുമ്പോൾ നിങ്ങൾ സഭ്യമായതും ആത്മീകമായതും മാത്രം ചിന്തിക്കുക. സ്തോത്രം. നിന്റെ രൂപഭംഗി നഷ്ടപ്പെടുമ്പോൾ പലരും നിന്നെ അകറ്റിക്കളയും. ആ രൂപഭംഗി പുറകെ കാണുന്നതല്ല. നമ്മുടെ ജഡത്തിന് വേണമെങ്കിൽ പെയിന്റ് അടിക്കാം, മേക്കപ്പ് ചെയ്യാം, മുടിയുടെ നീളം കുറയ്ക്കുകയോ കൂട്ടുകയോ എന്തും ചെയ്യാം. പക്ഷെ സ്വർഗം തരുന്ന ഒരു രൂപഭംഗിയുണ്ട്, അത് പുറമേ കാണുന്നതല്ല. അത് ഏത് ശക്തിയെയും സ്തോത്രം ഒതുക്കുന്നതാണ്. അതിന്ന് പകൽ കാലം കെട്ടുപോകത്തക്ക രീതിയിൽ ശത്രു അടരാടുമ്പോൾ, ഉഷ്ണക്കാറ്റടിച്ച് അതിനെ ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ ശമനാദരാധന ശന്തലരഗദന യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവർക്ക്, ആരാധിക്കുന്നവർക്ക്, ആത്മീകത്തിൽ നിലനിൽക്കുന്നവർക്ക് സ്തോത്രം. ഹല്ലേലൂയ. അവരുടെയൊക്കെ ജീവിതത്തിനകത്ത് ഒരു രൂപഭംഗിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സംഭാഷണത്തിനകത്തുണ്ട്, ഇടപാടുകൾക്കകത്തുണ്ട് ഒരു ബ്യൂട്ടിയുണ്ട്, ഒരു സൗന്ദര്യമുണ്ട്, ഒരു ഭംഗിയുണ്ട്. അതിനെ ഇല്ലാതാക്കാൻ, അതിനെ കെടുത്തിക്കളയാൻ, അതിനെ കെടുത്തിക്കളഞ്ഞാൽ പലരും ഇഷ്ടപ്പെടുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. സഭയെ എന്തുകൊണ്ടാണ് ലോകത്തിലെ ഒരുപാട് പേർ ഇഷ്ടപ്പെട്ടത്? സ്തോത്രം. ഹല്ലേലൂയ. സഭ എന്ന് പറയുന്നത് ഒരാത്മീക കൂട്ടത്തിന് സ്വർഗത്തിലെ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു രൂപഭംഗിയുണ്ട്. അത് കെട്ടിടത്തിനകത്തല്ല,
സ്തോത്രം. അവിടെ വന്നിരിക്കുന്ന ആളുകളുടെ ശരീരഘടനയ്ക്കകത്തല്ല, മുമ്പിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറിൻ്റെ വിലയിലല്ല. ഇതിനേക്കാൾ കഷ്ടപ്പാടും പ്രയാസവും ദുരിതമുള്ള കാലത്ത്, പട്ടിണിയുള്ള കാലത്ത് ഉന്നതന്മാരെ ദൈവകൃപയിലേക്ക് നയിച്ചു. എന്താ കാര്യം? അതിനൊരു രൂപഭംഗിയുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ കിരാത ഭരണം നടക്കുമ്പോൾ റോമൻ സർക്കാരിൻ്റെയും യഹൂദ മതത്തിൻ്റെയും വലിയ കൽത്തുറങ്ങിനകത്ത് നിന്ന് ശക്തന്മാരായിരിക്കുന്ന ആളുകൾ, അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന പോലെ പുരോഹിതന്മാർ പോലും കൊച്ചു കൊച്ചു കൂട്ടത്തിലേക്ക് വരാൻ കാരണം എന്താണെന്നറിയാമോ? സഭയ്ക്കൊരു രൂപഭംഗിയുണ്ട്. അത് കെടുത്തിക്കളയാൻ സാത്താൻ അടിച്ചുവിടുന്ന ഉഷ്ണക്കാറ്റിനെ ഇന്ന് പകൽക്കാലം സഭയുടെ ഭാഗമായിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ആത്മാവിൽ ശക്തിയോടെ പറയണോ, അതിലേക്ക് ആളുകൾ വരേണ്ടതിന്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൽ ദൈവമായ കർത്താവ് മൊട്ടിട്ട് നിൽക്കുന്ന ചില പൂക്കളുണ്ട്. അത് ഉതിർന്ന് വീണാൽ അതിനകത്ത് പച്ചച്ച് നിൽക്കുന്ന ചില പച്ച നാമ്പുകളുണ്ട്. അത് കരിഞ്ഞു പോയാൽ പിന്നെ അതിൻ്റെ രൂപഭംഗി പോയി. നിന്റെ ജീവിതത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം മൊട്ടിടിപ്പിച്ചിരിക്കുന്ന കൃപയുടെ കൃപാവരത്തിന്റെ ചില പൂക്കളുണ്ട്. അഹരോന്റെ തളിർത്ത വടി എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹല്ലേലൂയ. അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു? ഒറ്റ രാത്രി കൊണ്ടത് തളിർത്തു, അത് പൂവിട്ടു, അത് ഫലം കായ്ച്ചു. 3 കാര്യങ്ങൾ ഒന്നിച്ചു വരുന്നതാണ് ഒരു ആത്മീക ശുശ്രൂഷ. വെറും ഭംഗി മാത്രമല്ല, വെറും ഒരു ഉണങ്ങിയ വടി മാത്രമല്ല, അതിനകത്തൊരു തളിർപ്പുണ്ട്, അതിനകത്ത് പൂവുണ്ട്, അതിനകത്ത് കായുണ്ട്. അതിൽ ഉതിർന്നു പോയാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇവിടെ കൃപയുള്ളവർ ഇരിക്കുന്നുണ്ട്, കൃപാവരമുള്ളവർ ഇരിക്കുന്നുണ്ട്. അവർ ഒറ്റ വാക്കിനെ മാത്രം ഞാൻ വ്യാഖ്യാനിച്ച് നിന്ന് ബാക്കി 5 കാര്യങ്ങൾ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ചിലരോട് ദൈവം പറയുന്നു, ചില വിഷയങ്ങൾ നിന്റെ ജീവിതത്തിൽ കയറി വന്നിട്ട്, ചില ഭാരങ്ങൾ കയറി വന്നിട്ട്, നിന്നിൽ മുട്ടിട്ടിരിക്കുന്ന കൃപയുടെ പൂവിനെ, നിന്നിൽ കായ്ച്ചിരിക്കുന്ന കൃപയുടെ ഫലത്തെ, അതിൽ നിന്നിൽ പച്ചപ്പായി വന്നിരിക്കുന്ന ആ നല്ല ഇലയെ, അതിനെ ഉതിർത്തി കളയാൻ, അതിനെ കരിച്ചു കളയാൻ ചില സങ്കടങ്ങൾ, ചില ഭാരങ്ങൾ നിനക്ക് നേരെ ഉഷ്ണക്കാറ്റായി വരുമ്പോൾ ജയമെടുക്കുക ദൈവമക്കൾ. ശബന റീഖന ശന്തല ജനദന അതുര ജലാദര ജഗക്ഷസ്യാര. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ വരമുള്ളവർ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, അന്യഭാഷയിൽ ആരാധിക്കാൻ കൃപയുള്ളവർ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, പാട്ടുപാടി ദൈവത്തെ സ്തുതിപ്പാൻ കൃപയുള്ളവർ വന്നിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൽ ചിലരെ ധൈര്യപ്പെടുത്താൻ ശിഷ്യന്റെ നാവുള്ളവർ വന്നിട്ടുണ്ടെങ്കിൽ, നീ അറിയാത്തൊരു രൂപഭംഗി ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. അതിനെ കെടുത്തിക്കളയാൻ, അതിനെ കെടുത്തിക്കളയാൻ, അതിനെ കെടുത്തിക്കളയാൻ ഒരു ശക്തിക്കും കഴിയരുത്, ഒരു ശക്തിക്കും കഴിയരുത്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്റെ ഇല വാടാൻ തുടങ്ങിയെങ്കിൽ, നിന്റെ പൂതിരാൻ തുടങ്ങിയെങ്കിൽ, അതിന് തക്ക വിഷയങ്ങൾ, നിരാശയോ ഭാരമോ എന്തു തന്നെ കയറി വന്നാലും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം അത് കെട്ടുപോകുന്നതിനേക്കാൾ മുമ്പ് നിന്റെ കുടുംബത്തിന്റെ ഭംഗി കെട്ടുപോകാൻ സാത്താൻ അടിച്ചുവിടുന്ന തീക്കാറ്റുകളെ ഇന്നിവിടെ വെച്ച് ആരാധിച്ച് ജയമെടുക്കുമ്പോൾ, നിന്റെ തലമുറയുടെ കുടുംബത്തിന് നേരെ തീക്കാറ്റ് പോലെ കയറി വന്ന് ആ അന്തസ്സിനെ കെടുത്തിക്കളയാൻ, അവരുടെ യൂണിറ്റിയെ നശിപ്പിക്കാൻ, ആ പച്ചപ്പിനെ ഇല്ലാതാക്കാൻ, മൊട്ടിട്ട പൂക്കളെ കരിപ്പിക്കാതിരിക്കാൻ സാത്താൻ നോക്കുന്ന അടവ് തന്ത്രങ്ങളുടെ മേൽ ജയം. ഹല്ലേലൂയ. ചുടാരബാലബ ശന്തനരഗദിയാന. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ആദ്യം പുല്ലുണങ്ങി, പിന്നെ പൂതിർന്നു. ഇത് രണ്ടും കഴിഞ്ഞപ്പോൾ രൂപഭംഗി കെട്ടുപോയി. സൂക്ഷിച്ചോളണം, ഇന്ന് പതുക്കെ ഇല വാടാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇത് പൂ ഉതിരുന്ന സ്ഥിതിയിലേക്ക് വരരുത്.
ഹല്ലേലൂയ. അവിടെയും നീ നിസ്സഹായനായിരുന്നാൽ പിന്നെ ഇത് കെട്ടുപോകുന്ന സ്ഥിതിയിലേക്ക് വരും. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, കെട്ടുപോയിട്ടില്ല ഇതുവരെ. പൂ ഉതിർന്നത് ശരിയാണ്, പുല്ല് വാടിയത് ശരിയാണ്, ചില വിഷയങ്ങൾ വന്നപ്പോൾ ഒന്ന് വാടിപ്പോയി ശരിയാണ്. മൊട്ടിട്ട് വന്ന പൂവ് യേശുവിന്റെ നാമത്തിൽ Glory to Jesus. എത്ര പേർക്കൊരു ദൂത് കിട്ടുന്നുണ്ട് ഈ സന്ദേശത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ? എത്ര പേരോട് ദൈവം സംസാരിക്കുന്നുണ്ട്? ഒരാലോചന കിട്ടുന്നുണ്ട്. മൊട്ടിട്ട് വന്ന ചില പൂക്കൾ ഉതിർന്നു പോയി ശരിയാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. എത്ര പേരുടെ അന്തരാത്മാവിനോട് ദൈവം ഇടപെടുന്നെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ചുമ്മാ ഒച്ച വെക്കുകയാണോ, ചുമ്മാ കൈയടിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. ആത്മീക ജീവിതമാണ് ഇതൊരു. ജീവൻ മരണ പോരാട്ടമാണ്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പൂവ് ഉതിർന്നു പോകും. പല സ്വപ്നങ്ങൾ മൊട്ടിട്ട് വരും. സ്തോത്രം. ഹല്ലേലൂയ. പല പ്രതീക്ഷകൾ മൊട്ടിട്ട് വരും. പല പദ്ധതികൾ മൊട്ടിട്ട് വരും. ചില ഉഷ്ണക്കാറ്റിൽ ചിലപ്പോൾ പൂ ഉതിർന്ന് വീഴും. എല്ലാ മൊട്ടും വിരിയണമെന്നില്ല. എല്ലാ മൊട്ടും വിരിയണമെന്നില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തോളണം, എല്ലാ മൊട്ടും വിരിഞ്ഞില്ലെങ്കിലും സ്തോത്രം പറഞ്ഞോളണം. നമ്മുടെ വിഷയം പൂ വിരിഞ്ഞതല്ല. നമ്മുടെ വിഷയം ഇത് കെട്ടുപോകരുത്. ഹല്ലേലൂയ. ജീസസ്. എത്ര പേർക്ക് സ്തോത്രം പറയാൻ പറ്റും? എന്നിൽ മൊട്ടിട്ട എല്ലാ പൂവും എല്ലാ മൊട്ടും വിരിഞ്ഞില്ലെങ്കിലും, എന്നിൽ നാമ്പെടുത്ത എല്ലാ ഇലയും പുറത്തു വന്നില്ലെങ്കിലും, ചിലതൊക്കെ വാടിപ്പോയി, ചിലതൊക്കെ വീണുപോയി. പക്ഷെ ഞാനിതുവരെ കെട്ടുപോയിട്ടില്ല. ഞാനിതുവരെ കെട്ടുപോയിട്ടില്ല. എന്നെ കെടുത്താൻ ഏറിയ പ്രശ്നങ്ങൾക്ക്, ഏറിയ പ്രതികൂലങ്ങൾക്ക് പോരാ, എല്ലാവരുടെ ഹൃദയത്തിലേക്ക് അത് ഇടിച്ചു കയറുന്നില്ലല്ലോ. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾ ചിലരെ നോക്കി ദൈവത്തിന്റെ ആത്മാവിൽ പ്രവചിച്ചു പറയാം. കെട്ടുപോകാതിരുന്നാൽ, ഈ ചെടി കെട്ടുപോകാതിരുന്നാൽ ഇനിയും ഇല വരും, ഇനിയും മൊട്ട് വരും. 1000 മൊട്ടുകൾ പൊഴിഞ്ഞു വീണാലും, 100 കണക്കിന് ഇലകൾ പഴുത്തു വീണാലും, എന്റെ ബ്രദറെ, എന്റെ സിസ്റ്ററെ, ഇത് കെട്ടുപോകാതിരുന്നാൽ ഇതിനകത്ത് ഇനിയും 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 വിരിയാതെ പോയ 1000 പൂവുകളെ കണ്ട്, വിരിയാതെ പൊഴിഞ്ഞു പോയ 100 മൊട്ടുകളെ കണ്ട് നീ സ്തോത്രം കെട്ടുപോകരുത്. പൊഴിഞ്ഞു വീണ 1000 ഇലകളെ കണ്ട് നീ കെട്ടുപോകരുത്. തിരിഞ്ഞു നിന്ന് പറയണോ, ഞാൻ കെടാതിരുന്നാൽ അടുത്ത മഞ്ഞുകാലത്ത്, അടുത്ത മഴക്കാലത്ത്, ഇനിയും ഇതിനകത്ത് എന്റെ ദൈവത്താൽ സ്വർഗം ഇന്ന് പകൽക്കാലം പറയുന്നു. ഇല പൊഴിഞ്ഞതല്ല വിഷയം, മുട്ട് വിരിയാതെ പൊഴിഞ്ഞതല്ല വിഷയം, പൂതിർന്നു പോയതല്ല വിഷയം. സ്തോത്രം. ഇത് കെട്ടുപോകരുത്. ഈ തായ്തണ്ട് കെട്ടുപോയാൽ പിന്നെ പ്രതീക്ഷയ്ക്ക് വകയില്ല. കാത്തിരുന്ന പല കാര്യങ്ങളും നടക്കാതെ പോയേക്കാം. പ്രതീക്ഷിച്ചതിനപ്പുറം ചില കാര്യങ്ങൾ ഉഷ്ണക്കാറ്റ് പോലെ ആഞ്ഞടിച്ചേക്കാം. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലക്കാലം എന്നോടും നിങ്ങളോടും പറയുന്നത്, നീ കെട്ടുപോയില്ലല്ലോ. നിന്റെ പൂതിർന്ന് വീണു, പക്ഷെ നീ കെട്ടുപോയില്ലല്ലോ. ഞാൻ നിങ്ങളുടെ പേര് വിളിച്ചു പറയാം, ഓരോരുത്തരുടെ പേര് വിളിച്ചു പറയാം. പൂതിർന്നു പോയി, പക്ഷെ നീ കെട്ടുപോയില്ലല്ലോ. നിന്റെ ഇലകൾ ഓരോന്നും താഴെ വീഴുന്ന കണ്ടപ്പോൾ പലരും ചിരിച്ചു.
അപഹസിച്ചു, അപമാനിച്ചു. പക്ഷെ നീ ആത്മാവിൽ തിരിച്ചു പറ, എൻ്റെ അകത്ത് ജീവനുണ്ട്, എൻ്റെ അകത്ത് ചലനമുണ്ട്, എൻ്റെ അകത്ത് ആത്മാവുണ്ട്, എൻ്റെ അകത്ത് യേശുവുണ്ട്, എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്, എൻ്റെ അകത്ത് വാഗ്ദത്തങ്ങളുണ്ട്. പൂതിർന്നാലും പുല്ലുവാടിയാലും ഞാൻ കെട്ടുപോകാത്തിടത്തോളം കാലം ഇനിയും എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തലമുറയിൽ, എൻ്റെ ശുശ്രൂഷയിൽ, എൻ്റെ ജീവിതത്തിൽ ഇനിയും സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളെ നോക്കിയിട്ട് പറയണം, പൂതിർന്നാക്ക ശരിയാണ്. സ്വപ്നങ്ങളുടെ വലിയ പൂച്ചെണ്ടുകൾ നിങ്ങളുടെ മനസ്സിനകത്തുണ്ടായിരിക്കാം, അതല്ല ഉതിർന്നത് ശരിയാണ്. നല്ല പച്ച ചേലകൾ എല്ലാം പഴുത്തു പോയത് ശരിയാണ്. പക്ഷെ ദൈവാത്മാവിൽ പറയുന്നു, ഞാൻ കെട്ടുപോയിട്ടില്ല. നമ്മൾ കെട്ടുപോകാതിരുന്നാൽ ഇയ്യോബ് പറഞ്ഞതുപോലെ ചെറിയ വെള്ളത്തിൻ്റെ ഗന്ധം കിട്ടിയാൽ മതി. ഇനിയും പൊഴിഞ്ഞു പോയതിനേക്കാൾ മനോഹരമായ പൂക്കളും പൊഴിഞ്ഞു പോയതിനേക്കാൾ മനോഹരമായിരിക്കുന്ന ഇലകളും എൻ്റെ ദൈവം നിങ്ങളിലും എന്നിലും തരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ സൂക്ഷിക്കേണ്ടത് കെട്ടുപോകാതിരിക്കാനാണ് ശുശ്രൂഷകന്മാരെ ദൈവം തന്നിരിക്കുന്നത്. കൊരിന്ത്യർ ലേഖനത്തോട് അറ്റാച്ച് ചെയ്ത് പറയാം, പൗലോസിൻ്റെ വാക്കിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ, കൃപയുള്ളവരെ, വരമുള്ളവരെ തന്നിരിക്കുന്നത് കെട്ടുപോകാതിരിക്കാനാണ്. സ്തോത്രം. ഇവിടെ കെടുത്തിക്കളയുന്ന ശക്തികളുണ്ട്. നീ കെട്ടുപോയാൽ ജീവിതത്തിൽ പിന്നെ പൂക്കുകയില്ല, ജീവിതത്തിൽ പിന്നെ ഒരു പച്ചല ഉണ്ടാകുകയില്ല. കടം വന്ന് കാണും, കഷ്ടം വന്ന് കാണും, ജോലി പോയി കാണും, പ്രതീക്ഷിച്ച സമയത്ത് കാര്യങ്ങൾ നടന്നു കാണില്ല, പല മുട്ടുകളും ഉതിർന്ന് വീണ് കാണും. പക്ഷെ ഇന്നിവിടെ വെച്ച് ദൈവാത്മാവിൽ പറയണം, ഞാൻ കെട്ടുപോയിട്ടില്ല. നീ ചത്തുപോകുന്ന കാര്യമല്ല പറയുന്നത്, നീ കെട്ടുപോയായിരുന്നെങ്കിൽ ഇന്നിവിടെ വരില്ലായിരുന്നു. ഇന്നിവിടെ വരാൻ കാരണം അകത്തെ ആത്മീകം കെട്ടുപോയിട്ടില്ല, യേശുവിനോടുള്ള സ്നേഹം കെട്ടുപോയിട്ടില്ല. സ്തോത്രം. ഉത്തമഗീതത്തിൻ്റെ 8:7 എൻ്റെ ഓർമ്മ. അവിടെ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഏറിയ വെള്ളത്തിന് പ്രേമത്തെ, ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുപ്പാൻ പോരാ. പ്രേമത്തെ കെടുത്താൻ പോരാ. ആ വാക്ക് ഒരു പ്രേമകാവ്യമാണ് ഉത്തമഗീതം. അതുകൊണ്ട് സ്തോത്രം, അതങ്ങനെ ഒരു പ്രേമകാവ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ശരിക്കും അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. വെള്ളങ്ങളെന്ന് പറയുന്നത് പ്രശ്നങ്ങളാണ്. പ്രിയനോടുള്ള പ്രേമം എന്ന് പറയുന്നത് ആ പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആത്മീക വ്യാഖ്യാനം കർത്താവിനോടുള്ള സ്നേഹമാണ്. പ്രേമം സ്നേഹത്തേക്കാൾ കുറച്ചുകൂടെ മൂർച്ഛിച്ചതാണ്. പ്രശ്നങ്ങൾക്ക് ഇതിങ്ങനെ വ്യാഖ്യാനിക്കാം, പ്രശ്നങ്ങൾക്ക് യേശുവിനോടുള്ള സ്നേഹത്തെ കെടുത്താൻ പറ്റിയല്ല. സ്തോത്ര ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾ അതൊന്ന് ചിന്തിച്ചു നോക്കിയേ. എന്തെങ്കിലും വിഷയം വരുമ്പോൾ പെട്ടെന്ന് യേശുവിനോട് ദേഷ്യം വരും, ദൈവത്തോട് സ്തോത്രം ചിലപ്പോൾ സ്തോത്ര അസ്വസ്ഥത വരും. പക്ഷേ ഇവിടെ എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് ദൈവത്തോട്, അല്ലെങ്കിൽ ഏറിയ വെള്ളത്തിന്, ഏറിയ പെരുവെള്ളത്തിന്, വലിയ വിഷയങ്ങൾക്ക്, തലയ്ക്ക് മീതെ പൊങ്ങി വരുന്ന പല പ്രതിസന്ധികൾക്ക് എൻ്റെ ദൈവമായിട്ടുള്ള സ്നേഹത്തെ കെടുത്താൻ പറ്റിയല്ല. ഹല്ലേലൂയ. സ്നേഹം കെട്ടുപോയാൽ, ക്രിസ്തുവിനോടുള്ള സ്നേഹം കെട്ടുപോയാൽ സ്തോത്രം, നമ്മൾ വേറൊരു തലത്തിലേക്ക് മാറും. പ്രശ്നങ്ങൾ വന്നേക്കാം, പ്രതിസന്ധികൾ വന്നേക്കാം, പക്ഷേ കർത്താവുമായിട്ടുള്ള സ്നേഹം കെട്ടുപോയിട്ടില്ല. സ്തോത്രം. വേറൊരു വാക്യം നമുക്ക് വായിക്കാം. സ്തോത്രം. അടുത്തത് നമുക്ക് സ്തോത്രം ഒന്ന് വായിച്ചു നോക്കാം. അത് യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യമാണ്. ഞാൻ പറഞ്ഞ വേഗത്തിൽ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പോകണം. യെശയ്യാ 5:4 പെട്ടെന്ന് വായിച്ച് 5:4 എന്താ എഴുതിയിരിക്കുന്നത്? യെശയ്യാ പ്രവചനം 5:4. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ 5:24. അതുകൊണ്ട് തീനാവ് താളടിയെ തിന്നുകളയുകയും വൈക്കോൽ ജ്വാലയാൽ ദഹിച്ചു പോകുകയും ചെയ്യുന്നത് പോലെ അവരുടെ വേര് കെട്ടുപോകും. ഒരു കൂട്ടരെ കുറിച്ചാണ് പറയുന്നത്. ഇയ്യോബിന്റെ പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത് വേര് കെട്ടുപോകുക. വേരെന്ന വാക്കിന് വേദപുസ്തകത്തിൽ അസാധാരണ അർത്ഥമാണുള്ളത്. സ്തോത്ര ഹല്ലേലൂയ. ആത്മീക ജീവിതത്തോടുള്ള ബന്ധത്തിൽ വേരിനെ വേദപുസ്തകത്തിൻ്റെ എഴുത്തുകാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. സ്തോത്രം. വേരിനെ ക്രിസ്തീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് വേരുണ്ട് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. നമ്മുടെ വേര് നമ്മുടെ പാരമ്പര്യമല്ല, നമ്മുടെ വേര് നമ്മുടെ പണമല്ല, നമ്മുടെ വേര് നമ്മുടെ വിദ്യാഭ്യാസമല്ല. അത് എഴുതിയിരിക്കുന്നത് റോമാലേഖനം 11-ാം അധ്യായത്തിനകത്താണ്.
റോമാലേഖനം 11 അധ്യായത്തിനകത്ത് സ്തോത്രം അവിടെയും തെളിവായി വന്നിട്ടില്ല എങ്കിൽ പോലും മറവായി കിടക്കുന്ന ചില വാക്കുകളുണ്ട്. 11 അധ്യായത്തിനകത്ത് സ്തോത്രം പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്. അതിന്റെ 16 വാക്യം, ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ഡം മുഴുവനും അങ്ങനെ തന്നെ. അടുത്തത്, വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവുമരത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയാക്കി തീർത്തു. അടുത്തത്, എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരിനെയല്ല വേർ നിന്നെ എത്ര ശ്രദ്ധിച്ചേ. അവിടെ പറയുന്നു, നമ്മളോട് പറയുന്നു, 11 അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ റോമാലേഖനത്തിൽ പറയുന്നു, വേര് നിന്നെ ചുമക്കുന്നു. അപ്പൊ നമ്മൾ ആ വാക്ക് മാത്രം അടിവരയിട്ടിട്ട് പറയണം, എന്നെ ചുമക്കുന്നൊരു വേരുണ്ട്. നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന പ്ലാവിനെ ചുമന്നുകൊണ്ട് നിൽക്കുന്നത് മണ്ണല്ല, വേരാണ്. മണ്ണിലാ നിൽക്കുന്നത്, പക്ഷെ ചുമക്കുന്നത് വേരാണ്. സ്തോത്രം. ഇവിടുത്തെ സഭയിലാണ് നമ്മൾ നിൽക്കുന്നത്, നിങ്ങളുടെ വീട്ടിലാണ് നിൽക്കുന്നത്, പക്ഷെ നിങ്ങളെ മറിഞ്ഞു പോകാതെ നിർത്തുന്നത് വേരാണ്. ഈ ഭാഗത്തിൻ്റെ മാർമികമായിരിക്കുന്ന കാര്യമാണ് പൗലോസ് 11 പറയുന്നത്, 16 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, കാട്ടുമരമായിരുന്ന നമ്മളെ വെട്ടിയെടുത്ത് നല്ല ഫലം കായ്ക്കുന്ന നല്ല മരത്തോട് ചേർത്തൊട്ടിച്ചു. ഇതൊരു മനുഷ്യൻ വീണ്ടെടുക്കപ്പെട്ട് ജാതീയനായിരിക്കുന്നവൻ ദൈവത്തിങ്കിലേക്ക് വരുന്ന രഹസ്യമാണ് പൗലോസ് ഇവിടെ ഒരു സസ്യശാസ്ത്രത്തിൻ്റെ സ്തോത്ര പശ്ചാത്തലത്തിൽ പറയുന്നത്. അപ്പം അത് അന്നേ കാലം മുതൽ നിലവിലിരുന്നൊരു ശാസ്ത്രീയ നിലവാരമാണ്, അതിനെ പശ്ചാത്തലത്തിൽ പറയുക. അങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഫലം കായ്ക്കുന്നുമല്ല, പ്രധാനമായിട്ട് ഇവിടെ വേരാണ് സ്തോത്രം പറയപ്പെടുന്നത്. ഇവിടെ പറയുന്ന വാക്കിതാണ്, നീ പ്രശംസിക്കുന്നുവെങ്കിൽ കൊമ്പുകൾക്ക് നേരെ പ്രശംസിക്കരുത്. നീ വേരിനെയല്ല, വേര് നിന്നെ ചുമക്കുന്നു. നമ്മളെ ചുമന്നുകൊണ്ട് നിൽക്കുന്നൊരു വേരുണ്ട്, മരത്തിൻ്റെ അടിയിൽ മറഞ്ഞു കിടക്കുന്ന വേര്. ആ വേരിനെ കുറിച്ച് വേദപുസ്തകത്തിൽ മറ്റു പലത്തും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. വെളിപ്പാട് 5:5 വെളിപ്പാട് പുസ്തകത്തിന്റെ പല ഭാഗത്തും പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്, യേശുക്രിസ്തുവിനെ വിളിക്കുന്ന പേരാണ്, അവൻ ദാവീദിന്റെ വേരും യഹൂദാ ഗോത്രത്തിലെ സിംഹവുമാണ്. സ്തോത്ര, ഹല്ലേലൂയ. മറ്റു പല ഭാഗത്തും അങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു. വ്യാഖ്യാന ശാസ്ത്രം അനുസരിച്ച് ഒരു വിശ്വാസിയുടെ മരത്തിൻ്റെ മണ്ണിനടിയിൽ മറഞ്ഞു കിടന്നുകൊണ്ട് മരത്തിനെ ചുമന്നുകൊണ്ട് നിൽക്കുന്ന മരത്തിനാണ് ഏറ്റവും കൂടുതൽ ആയുസ് വേദപുസ്തക കണക്കനുസരിച്ച് ലോകത്തിൽ മറ്റെന്തിനേക്കാൾ. സ്തോത്രം. 2000-3000 വർഷങ്ങൾ പഴക്കമുള്ള വൃക്ഷം ഇന്നും ലോകത്തിനുണ്ടെന്ന് പറയുന്നു. സ്തോത്രം. മറ്റു ചില ജീവജാലങ്ങൾക്കൊന്നും അത്ര ആയുസില്ല, ഇത്രയും പഴകിയ വൃക്ഷങ്ങളുണ്ടെന്ന് പറയുന്നു, സയൻറ്റിഫിക്കായിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. പലസ്തീനിലൊക്കെ 2000 ശരിയായിരിക്കാം ചിലപ്പോൾ പറയുന്നു, 2000 വർഷം പഴക്കമുള്ള ഏറ്റവും പഴക്കമുള്ളത്. അതിത്രയും നാട് നിന്നിട്ടും കൊടുങ്കാറ്റും വലിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടും മറഞ്ഞു പോകാതിരിക്കുന്നത് മനുഷ്യൻ കാണാത്ത ഭയങ്കര വേരതിൻ്റെ അടിയിൽ അതിനെ ചുമന്നുകൊണ്ട് നിൽക്കുക. പിരിയാൻ കഴിയാത്ത ഒരു ഭയങ്കര ബന്ധമാണത്. സ്തോത്ര, ഹല്ലേലൂയ. അത് അടർത്തി മാറ്റിയാൽ പിന്നെ മരമില്ല. ക്രിസ്തീയ ജീവിതത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് പാസ്റ്റേഴ്സിനെ കിട്ടി, പ്രവാചകന്മാരെ കിട്ടി, സഹോദരങ്ങളെ കിട്ടി, സഹോദരിമാരെ കിട്ടി. നമ്മുടെ സഭയിലൊക്കെ ആണെങ്കിൽ ഇഷ്ടപ്പെട്ട ആളുകളെ കിട്ടി, ഏത് ടൈപ്പ് ആളുകളെയും കിട്ടും. സ്തോത്രം. അവനവൻ്റെ നിലവാരം അനുസരിച്ച്. സ്തോത്രം. സത്യം പറഞ്ഞാൽ മനുഷ്യത്വത്തിൽ പറയുക, അവനവൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള എല്ലാ ആളുകളെയും കിട്ടും. പക്ഷേ ഈ ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോവും, അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. മുറിഞ്ഞു പോവും. പക്ഷെ മരവും വേരുമായിട്ടുള്ള ബന്ധം, സ്തോത്രം, ഒരു മരത്തിൽ നിന്ന് പകുതി വെട്ടിക്കളഞ്ഞാലും തല മുറിച്ച് കളഞ്ഞാലും ചില മരങ്ങൾ അടുത്ത മഴയത്ത് പിന്നെ മുളയ്ക്കും. പക്ഷെ വേര് മുറിച്ചു മാറ്റിയാൽ എനിക്ക് തോന്നുന്നില്ല ഒരു മരത്തിനും പിന്നെ നിലനിൽപ്പില്ല. സ്തോത്ര, ഹല്ലേലൂയ. യേശുവുമായിട്ടൊരു ബന്ധം കിട്ടിയതാണ്, നമ്മളാരും അറിയുന്നില്ല. അറിയാതെ നമ്മുടെ അടിയിൽ മറഞ്ഞു കിടന്ന് ഞങ്ങളെ കഴിഞ്ഞ 10-38 കൊല്ലമായി ചുമക്കുന്ന വേരുണ്ട്. യേശുവിനെ അറിഞ്ഞ് അന്ന് മുതൽ ഇന്ന് വരെയും വീഴാതെ നിർത്തിയ, സ്തോത്രം, മറിച്ചു കളയാൻ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നിട്ടും മറിയാതെ നിർത്തിയ വേരുണ്ട്.
നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം തുടങ്ങിയിട്ട് എത്ര നാളായി? നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ? കർത്താവുമായിട്ട് ഇങ്ങനൊരു ബന്ധത്തിലായോ? ഇതൊക്കെ അക്ഷരീകമായി. അപ്പൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടോ അമ്മ സ്തോത്രം പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ നിങ്ങൾ ഈ വേരുമായിട്ട് പങ്കാളിത്തം വന്നു എന്ന് വിചാരിക്കരുത്. ഇതൊരു കൂട്ടുകുടുംബ വ്യവസ്ഥയല്ല, ഇതൊരു വ്യക്തിപരമായ ബന്ധമാണ്. ഓരോരുത്തരും മുറിച്ച് ഈ മരത്തോട് ഒട്ടിച്ചു ചേർക്കണം. ഈ മരത്തോട് ഒട്ടിച്ചു ചേർക്കുമ്പോൾ ഇതിൻ്റെ അടിയിലാണ് വാസ്തവത്തിൽ സ്തോത്രം മറഞ്ഞു കിടക്കുന്ന വേര്. സ്തോത്ര ഹല്ലേലൂയ. വേരിനോട് നേരിട്ട് ബന്ധമല്ല ഈ വ്യാഖ്യാനം അനുസരിച്ച്. സ്തോത്രം. പിന്നെ എങ്ങനെയാ ഇവിടെ എഴുതിയിരിക്കുന്ന? എങ്ങനെയാണ്? നമ്മൾ കാട്ടുമരമായിരുന്നു, ആ മരത്തിൽ നിന്ന് നമ്മളെ മുറിച്ചെടുത്തു, എന്നിട്ട് നല്ല മരത്തിലേക്ക് നമ്മൾ ഒട്ടിച്ചു. ആ മരത്തിലേക്ക് ഒട്ടിച്ചപ്പോൾ ഈ മരത്തിലേക്ക് ഒട്ടിച്ചത് കൊണ്ട് നമുക്കും വേരിനോട് പങ്ക് കിട്ടി. സ്തോത്രം. വേരിലേക്കാണോ നമ്മൾ ഒട്ടിച്ചേ? ആ മരത്തിലേക്ക് ഒട്ടിച്ചേ. ഇവിടെ കാണുന്ന മരം ദൈവത്തിൻ്റെ തിരുസഭയാണ്. ആ സഭയിലേക്ക് രക്ഷിക്കപ്പെടുന്നവരെ ദൈവം ചേർത്തൊട്ടിച്ചു. ആ സഭയുടെ അടിയിൽ മറിക്കാൻ കഴിയാത്ത വേര് കിടക്കുന്നുണ്ട്. 2000 വർഷമായിട്ട് ലോകത്തിലെ പല ശക്തികൾ മറിക്കാൻ നോക്കിയിട്ട് മറിക്കാൻ പറ്റാത്ത ഒരു കൂട്ടമുണ്ടെങ്കിൽ ദൈവത്തിന്റെ സഭയാണത്. ജാതീയ ശക്തികളും കിരാതന്മാരും ഭരണകർത്താക്കന്മാരും ഉന്നതന്മാരും ആഭിചാരകന്മാരും കള്ളക്കഥ ഉണ്ടാക്കിയവരും ഇന്നും അന്നും ദുഷ്ടശക്തികൾ വിവിധ തലത്തിൽ ഉപയോഗിക്കപ്പെടുമ്പോൾ അവരെ മറിക്കാൻ പറ്റാത്ത ഒന്നുണ്ടെങ്കിൽ 2000 വർഷമായി അത്രയും പഴക്കമുള്ളത് ദൈവത്തിന്റെ സഭ മാത്രം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് അതിനെക്കുറിച്ച് വിവരമുള്ള ആളുകൾ പറഞ്ഞു. സ്തോത്ര. ഹല്ലേലൂയ. നമ്മുടെ ഇടയിൽ ഇന്നാരെഴുന്നേറ്റ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, സ്തോത്രം, മറ്റവരെഴുന്നേറ്റ് ഇങ്ങനെ ഒരു പേര് പറഞ്ഞുകൊണ്ടാണ് അപ്പോസ്തലന്മാരെ വിസ്താരം നടത്തിയപ്പോൾ അറിവുള്ളവർ, ജ്ഞാനികൾ അല്ലെങ്കിൽ ശാസ്ത്രിമാർ പറഞ്ഞത്. അവർ പറഞ്ഞു അവരൊക്കെ ആളുകളെ കൂട്ടി ഉണ്ടാക്കി, പക്ഷെ അതൊക്കെ മറിഞ്ഞുപോയി. ഇത് ദൈവികമാണെങ്കിൽ മറിക്കാൻ കഴിയില്ല. പകൽക്കാലം ദൈവാത്മാവിൽ പറയാം, 2000 വർഷമായി മറിക്കാൻ കഴിയാത്ത കർത്താവ് ചോര കൊണ്ട് സമ്പാദിച്ച ദൈവത്തിന്റെ സഭയിലേക്ക് നിങ്ങളെ ദൈവം കാട്ടുമരത്തിൽ നിന്ന് വെട്ടിയെടുത്ത് സഭയിലേക്ക് ചേർത്തൊട്ടിച്ചപ്പോൾ സഭയുടെ അടിയിൽ കിടക്കുന്ന വേരുമായി നിങ്ങൾക്കൊരു അസാധാരണ ബന്ധമുണ്ടായി. ഹല്ലേലൂയ. ഈ വ്യാഖ്യാനം അനുസരിച്ച് വേരിലേക്ക് നേരിട്ടൊട്ടിക്കുകയല്ല, മരത്തിലേക്ക് ഒട്ടിക്കുക. സഭയുമായിട്ട് നമുക്കൊരു വലിയ കൂട്ടായ്മ വരുമ്പോൾ വേരുമായിട്ട് പങ്കുണ്ടാവുക. അങ്ങനെ ഒരു പങ്കാളിത്തം ഇതുവരെ കിട്ടിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ ആർക്കും ചെല്ലാൻ കേട്ടോ, പക്ഷെ പങ്കാളിത്തം ഉണ്ടാവൂല. അങ്ങനെ ഒരു വാക്ക് യേശു പറയുന്നുണ്ട് പത്രോസിനോട്, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്കെന്നോട് പങ്കില്ല. അങ്ങനെ വാക്കുണ്ട്. കർത്താവുമായിട്ട് പങ്കാളി എന്ന് പറഞ്ഞൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. പങ്ക് അതുണ്ടാകണമെങ്കിൽ 3.5 കൊല്ലം കൂടെ നടന്നവനോടാ പറയുന്നത്, പടകും വലയും വിട്ടവനോടാ പറയുന്നത്, എന്നോട് പങ്കുണ്ടാകണം. കാര്യമൊക്കെ ശരിയാണ്, എൻ്റെ പുറകെ നടക്കാം. സ്തോത്രം. എൻ്റെ അപ്പം തിന്നാം, എൻ്റെ ഐഡൻറ്റിറ്റി കാർഡും കൊണ്ട് നടക്കാം. പക്ഷെ എന്നോട് പങ്കുണ്ടാകണമെങ്കിൽ കഥ വേറെയാണ്. അപ്പൊ വേരുമായിട്ട് പങ്കുണ്ടാകണമെങ്കിൽ തടിയുമായിട്ട് ബന്ധം ഉണ്ടാവണം. എത്ര പേർക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്? ദൈവത്തിൻ്റെ തിരുസഭയുമായിട്ട് ബന്ധമുണ്ടാകുമ്പോൾ പങ്ക് വേരുമായിട്ടുണ്ടാവും. അന്നു മുതൽ അവരെ ചുമക്കുന്നത് വേരാണ്. ഇന്ന് പകൽക്കാലം മക്കള് ചുമക്കാനില്ലെങ്കിലും വീട്ടുകാർ ചുമക്കാനില്ലെങ്കിലും നീ അടിമയെപ്പോലെ പണിയെടുത്ത നിന്റെ ശ്രോത്രഹല ആളുകൾ നിന്നെ ചുമക്കാനില്ലെങ്കിലും യേശുക്രിസ്തുവിന്റെ സഭയുമായിട്ട് നിനക്ക് ബന്ധം വന്നു കഴിഞ്ഞാൽ നിന്നെ ചുമക്കാമെന്നേറ്റവൻ. ഹല്ലേലൂയ. അങ്ങനെ ഒരു പാട്ടില്ലേ? ശ്രോത്രം. ചുമക്കാമെന്നേറ്റവൻ, നമ്മെ ചുമക്കാമെന്നേറ്റവൻ. ഹല്ലേലൂയ. അവനാരാ? കർത്താവായ യേശുവാണ്. മരണം വരെ നിന്നെ ചുമക്കാമെന്നേറ്റവൻ സ്വർഗത്തിലെ ദൈവമാണ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ഓർത്തോളം, ഈ വേര്, നീ എന്നോടുള്ള ബന്ധത്തിൽ ഈ വേര് കെട്ടുപോയാൽ പിന്നെ നമ്മളില്ല. എന്തൊക്കെ വിഷയം വന്നിട്ടും നമ്മൾ ഇന്ന് സ്തോത്രം മുഖം വാടാതിരിക്കുന്നതിൻ്റെ കാരണം
നമ്മുടെ അടിയിലൊരു വേരുണ്ട്. ഈ വേര് ചെന്ന് ഈ മരത്തിനുള്ള വെള്ളം, വളം ഇതെല്ലാം വലിച്ചു കൊണ്ടെന്ന് മരത്തിന് കൊടുക്കും. ആരും അറിയുന്നില്ല. നിന്റെ വീട്ടുകാരറിയാതെ, നിന്റെ ശത്രു അറിയാതെ, നിനക്കെതിരെ ആഭിചാരം ചെയ്യുന്നവൻ അറിയാതെ, നീ മുടിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ അറിയാതെ, നിന്നെ നിലനിർത്താൻ വേണ്ടി വലിച്ചോണ്ട് തരുന്ന വേരടിയിൽ കിടക്കുന്നിടത്തോളം കാലം, ഈ വേരുമായിട്ടുള്ള ബന്ധം കെട്ടുപോകാത്തിടത്തോളം കാലം, യേശുവിന്റെ നാമത്തിൽ ഈ വേരുമായിട്ടുള്ള ബന്ധം കെട്ടുപോകാത്തിടത്തോളം കാലം നിനക്ക് പേടിക്കാനില്ല ബ്രദറെ, നിനക്ക് പേടിക്കാനില്ല സിസ്റ്ററേ. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം ഓർത്തോളം, വേര് കെട്ടുപോകരുത്. നമ്മുടെ വേരെന്ന് പറയുന്നത് വീണ്ടും ഓർപ്പിക്കുന്നു, നമ്മുടെ കഴിവല്ല, വിദ്യാഭ്യാസമല്ല, വീട്ടുപേരും ഒന്നുമല്ല, യേശുവുമായിട്ടുള്ള ബന്ധമാണ്. കർത്താവ് നമ്മുടെ വേര്. അതുമായിട്ടുള്ള ബന്ധം കെട്ടുപോയാൽ, യൂദയുടെ ലേഖനത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, ദൈവത്തെ മറുതലിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്, 6-7 കൂട്ടം ആളുകളെ. അതിലൊന്നാണ് അവർ രണ്ടുരു ചത്തും വേരറ്റും പോയവർ എന്ന് പറഞ്ഞാൽ സ്തോത്രം, വേരുമായിട്ടുള്ള ബന്ധം അറ്റുപോയി. അറ്റുപോകുക എന്ന് പറഞ്ഞാൽ മുറിഞ്ഞുപോയി. വിരലറ്റുപോയി എന്ന് പറഞ്ഞാൽ ഇതർത്ഥം സ്തോത്രം. മെഷീൻ്റെ ഇടയിൽ പോയി വിരലറ്റുപോയി എന്ന് പറഞ്ഞാൽ വിരൽ മുറിഞ്ഞുപോയി. വേരറ്റുപോയി എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, പക്ഷേ ആത്മീകത്തിൽ പലതിൽ വിശ്വസ്തനാകാതിരുന്നപ്പോൾ വേരറ്റുപോയി. വേരറ്റുപോയാൽ പിന്നെ നിലനിൽപ്പില്ല. സ്തോത്രം. ഏറ്റവും പ്രധാനപ്പെട്ടത് വേര് കെട്ടുപോകരുത്. രൂപഭംഗി കെട്ടുപോകത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നേക്കാം, പക്ഷെ നീ കെട്ടുപോകാതിരുന്നാൽ ഇനിയും പൂവുണ്ടാകും, ഇനിയും പച്ചപ്പുണ്ടാകും. വേരുമായിട്ടുള്ള ബന്ധം കെട്ടുപോകാതിരുന്നാൽ നിന്നെ മറിക്കാൻ ഒരു ശക്തിക്കും കഴിയേല. നീ ഇനിയും തഴയ്ക്കും, നീ ഇനിയും വളർന്നു വരും, നീ ഇനിയും ഭയം കായ്ക്കും, നീ ഇനിയും ഉയരം വയ്ക്കും, നിനക്ക് ഇനിയും കൊമ്പുകളുണ്ടാകും, ഇനിയും ബ്രാഞ്ചുകൾ ഉണ്ടാകും. വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയുന്ന വാക്കുകൾ കണ്ണും മിടിച്ചിരിക്കാതെ ഏറ്റുപറ. ഇനിയും ബ്രാഞ്ചുകൾ ഉണ്ടാകും, ഇനിയും നിന്റെ പൂക്കളും. കാരണം എന്താ? വേരുമായിട്ടുള്ള ബന്ധം പോയിട്ടില്ല. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. വേരുമായിട്ടുള്ള ബന്ധം പോയിട്ട് കുറച്ച് നാളോടെ ചിലപ്പോൾ മരം അവിടെ നിൽക്കും, പക്ഷെ ഓരോ ദിവസം കഴിയും തോറും നമുക്കറിയാം വാടി വാടി വരും. വേരുമായിട്ട് ബന്ധം പോകാതിരുന്നാൽ കൊടുത്ത വേനൽ വന്നാലും, എല്ലാ കുളത്തിലെ വെള്ളം വറ്റിയാലും, വേരറ്റു പോകാതിരുന്നാൽ, വേരുണങ്ങി പോകാതിരുന്നാൽ, അടുത്ത മഴയത്ത് ഇനിയും ഇതിനകത്ത് ശാഖകൾ വരും. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം പറഞ്ഞതും ഞാൻ വിചാരിക്കാത്ത പുൾപിറ്റിലെ വ്യാഖ്യാനങ്ങളും സ്വർഗം എന്നോട് പറയാൻ പറയുന്നു. പ്രശ്നങ്ങൾ വരുമ്പോൾ വേരറ്റു പോകരുത്. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കരുതെന്ന് പറഞ്ഞതുപോലെ, നന്മ വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ, എന്തു ആകട്ടെ അവിടെ വെച്ച് അറ്റുപോകാത്തത് വേറെ. ബാക്കി എന്തെല്ലാം പോയാലും, ആരൊക്കെ ഇട്ടിട്ട് പോയാലും, യേശുവിന് വേണ്ടി എന്തൊക്കെ മുറിച്ചു മാറ്റേണ്ടി വന്നാലും, എന്തൊക്കെ പറിച്ചു മാറ്റേണ്ടി വന്നാലും, വേരറ്റു പോകാതിരുന്നാൽ സ്വർഗത്തിലെ ആത്മാവ് നമ്മോട് പറയുന്നു, ദൈവത്തിന്റെ കൃപയുടെ മഹത്വം നമ്മുടെ മേൽ ശക്തമായി വ്യാപരിക്കും. അതിന് ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മൂന്നാമത്തെ വാക്ക് നമുക്ക് വായിക്കാം. സദൃശ്യവാക്യത്തിലാണ്. 10-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, 10-7 വായിച്ചേ. സദൃശ്യവാക്യങ്ങൾ 10-7 എന്താ എഴുതിയിരിക്കുന്ന? സദൃശ്യവാക്യങ്ങൾ 10-7. നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത്, ദുഷ്ടന്മാരുടെ പേരോ കെട്ടുപോകും. ദുഷ്ടന്മാരുടെ പേര് കെട്ടുപോകും. മൂന്നാമത് കെട്ടുപോകാൻ സാധ്യതയുള്ളതാണ് പേര്. പേര് കെട്ടുപോകാം. സ്തോത്രം. പേര് കെട്ടുപോകാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, സ്തോത്രം, പേര് തന്നെ വേദപുസ്തകത്തിൻ്റെ ചിന്തയ്ക്കകത്ത് പല വിധത്തിലാണ് വരുന്നത്. 2-4 അക്ഷരങ്ങൾ കൂട്ടി ഭംഗിയുള്ള സ്തോത്രം ഒരു 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 പേര് നമുക്ക് വിളിക്കുന്നതല്ല ബൈബിൾ ഉദ്ദേശിക്കുന്ന പേര്. സ്തോത്രം. നമ്മൾ മക്കൾ ജനിക്കുമ്പോൾ ചിലപ്പോൾ 1-2 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് വരുന്ന പേരും കുടുംബത്തോടൊക്കെ ചേർന്ന് വരുന്ന രീതിയിൽ അക്ഷരങ്ങൾ കൂട്ടിയിണക്കി നമുക്ക് വേണമെങ്കിൽ പേരുണ്ടാക്കാം. ഇല്ലെങ്കിൽ ബൈബിളിൽ നിന്ന് അവിടെ നിങ്ങൾക്ക് തപ്പിയെടുക്കാം. പക്ഷെ ബൈബിൾ പറയുന്നു, പലർക്കും പേര് കൊടുത്തത് ദൈവമാണ്. അപ്പനും അമ്മയിട്ട പേരിനേക്കാൾ അപ്പുറം ദൈവം കൊടുക്കുന്ന പേരുണ്ട്.
പത്രോസിന് പത്രോസ് എന്നുള്ള പേര് കൊടുത്തത് ദൈവമാണ്. അബ്രഹാമിനെ അബ്രഹാം എന്ന് മാറ്റി വിളിച്ചത് ദൈവമാണ്. ശലോമോന് ശലോമോൻ എന്ന് പേരിടണമെന്ന് നേരത്തെ ജനിക്കുന്നതിനേക്കാൾ മുമ്പ് പറഞ്ഞത് ദൈവമാണ്. യോഹന്നാൻ സ്നാപകന് യോഹന്നാൻ എന്ന് പേരിടണമെന്ന് പറഞ്ഞത് ദൈവമാണ്. ചിലർക്ക് പേര് കൊടുക്കുന്ന ദൈവമാണ്. അതിലുപരി അബ്രഹാമിനെ കുറിച്ച് യാക്കോബിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നത് എന്തെന്നറിയാമോ? സ്തോത്രം, ഹല്ലേലൂയ. ആ വാക്ക് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അബ്രഹാം ആ പേര് സ്തോത്രം പ്രാപിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. ആ വാക്ക് യാക്കോബിൻ്റെ ലേഖനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, സ്തോത്രം, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. യാക്കോബിൻ്റെ ലേഖനത്തിനകത്ത് എഴുതിയിരിക്കുന്നു സ്തോത്രം പേര് പ്രാപിച്ചു. ഇവിടെ വാക്യം 2-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേർ പ്രാപിച്ചു. ദൈവത്തിന്റെ സ്നേഹിതൻ എന്നുള്ളത് എന്താ? ഒരു പേരാന്നല്ലേ പറഞ്ഞു? അല്ല, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേർ പ്രാപിച്ചു. ഇവിടെ പേര് അബ്രഹാം എന്നായിരുന്നു ആദ്യം. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ എന്തായി? അബ്രഹാമായി. ഇപ്പം ഇവിടെ എഴുതിയിരിക്കുന്നു വേറൊരു പേര് അദ്ദേഹം മേടിച്ചതല്ല, ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ട് അപ്പനും അമ്മയിട്ടത് ചാക്കോ എന്നാണ്. അത് വളർന്നു വന്നപ്പോൾ മോശാൻ്റെ പേരിൽ സ്തോത്രം വേറൊന്നാക്കിയതല്ല. ആണോ? അല്ല. അങ്ങനെയൊക്കെ പേരാക്കാൻ വേണമെങ്കിൽ കാശ് മുടക്കിയാൽ മതി. പക്ഷെ ഇത് കാശ് കൊടുത്ത് മേടിച്ചതല്ല, കഷ്ടപ്പെട്ട് പ്രാപിച്ചതാണ്. ഒരു ദിവസം കൊണ്ട് ഈ പേര് പ്രാപിക്കാൻ പറ്റിയല്ല, ഒരാഴ്ച കൊണ്ട് പറ്റിയല്ല, ഒരായുസ് കൊണ്ട് എന്തു പ്രാപിച്ചു എന്ന് ചോദിച്ചാൽ ഈ മനുഷ്യൻ മറുപടി പറയും. നമ്മുടെ ചിന്തയ്ക്കകത്തും പ്രഭാഷകരുടെ ചിന്തയ്ക്കകത്തും സ്തോത്രം അദ്ദേഹത്തിന് കോടിക്കണക്കിന് സ്വത്തുണ്ട്, 318 അഭ്യാസികളുണ്ട്. സ്തോത്രം സാധാരണ പറയുമ്പോഴൊക്കെ സത്യമാണത്. ഒരു കാളയെ കൊന്ന് ഉച്ചയ്ക്ക് ആഹാരം ഉണ്ടാക്കിയാൽ അത് തിന്നു തീർക്കാനുള്ള ആളുകൾ വീട്ടിലുണ്ട്, സമ്പത്തുണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷെ അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, ഒരായുസ് കൊണ്ട്, ഇത്രയും കാലഘട്ടം കൊണ്ട് ഞാൻ പ്രാപിച്ചത് എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നുള്ള പേര് പ്രാപിച്ചു. ചില്ലറക്കാരിയല്ല അത്. സ്തോത്രം. വിശ്വാസത്തിൽ വരുമ്പോൾ ക്രിസ്ത്യാനികളെ പല പേര് വിളിക്കും. മർത്തോമക്കാരെന്നോ, CC-കാരെന്നോ, ബന്ധുക്കോസുകാരെന്നോ, ബ്രദറുകാരെന്നൊക്കെ വിളിക്കുക. നാട്ടുകാരുടെ പേരോ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ളൊരു പേര് വിളിച്ചെന്നുള്ളൂ. പക്ഷെ ജീവിതം കൊണ്ട് പ്രാപിച്ചെടുക്കുന്ന പേരുണ്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ. ഒരുത്തനെ പ്രവാചകൻ എന്ന് വിളിക്കണമെങ്കിൽ എന്താ വഴി? ശൂനേങ്കാനി പറഞ്ഞു, ഏലീശയെ നോക്കിയിട്ട് കൂടെ കൂടെ നമ്മുടെ വഴിയെ പോകുന്ന ഒരു ദൈവപുരുഷനുണ്ട്. അങ്ങനെ ഒരു പേരുണ്ടാക്കണമെങ്കിൽ എന്താ വഴി? അല്ല, കുറേ ശിഷ്യന്മാരെ കൊണ്ട് എന്നെ മേലെ അങ്ങനെ വിളിക്കാമെന്ന് പറയിപ്പിക്കുകയാണോ? അല്ല. സ്തോത്രം. അങ്ങനെ പറഞ്ഞാണോ? അല്ല. അത് കുറേ കാലം കൊണ്ട് അങ്ങനെ. അല്ലെങ്കിൽ സ്തോത്രം, ഏലീശയെ കണ്ടവഴി ചേച്ചി ചേട്ടോ എന്ന് വിളിച്ചു. അപ്പോൾ ഏലീശ പറഞ്ഞു, ചേട്ടോ എന്ന് വിളിക്കരുത്, ദൈവപുരുഷാന്ന് വിളിക്കും. അങ്ങനെ പറഞ്ഞു കൊടുത്താണ്? അല്ല. അങ്ങനെ. അപ്പം ആ പേരുണ്ടാക്കണമെങ്കിലുള്ള പാട് നിങ്ങൾക്കറിയാമോ? കാശ് കൊടുത്താൽ കിട്ടുന്നതല്ല, ഐഡൻറ്റി കാർഡിനകത്ത് അടിച്ചു വെച്ചോ ഗേറ്റിൽ എഴുതി വയ്ക്കുന്നതല്ല. അത് വില കൊടുത്ത് പ്രാപിച്ചതാണ്. ദൈവത്തിൻ്റെ സ്നേഹിതൻ. ഒരാൾ പ്രവാചകൻ എന്ന അയാളെ വിളിക്കണമെങ്കിൽ, ദൈവപുരുഷൻ എന്ന് വിളിക്കണമെങ്കിൽ വെറുതെ പറ്റിയല്ല. ആയുസ് അതിനു വേണ്ടി കൊടുക്കണം. എങ്കിലേ പൊതുജനം അങ്ങനെ വിളിക്കുള്ളൂ. ആ പേര് പ്രാപിച്ചെടുക്കുന്നതാണ് വലിയ കഷ്ടപ്പാടാണ്, വലിയ പാടാണ്. സൂക്ഷിച്ചു വേണം അത്. പക്ഷെ അങ്ങനെ പ്രാപിച്ച പേര് കെട്ടുപോകാം. സ്തോത്രം. മനസ്സിലായോ? അത് കെട്ടുപോകാം. ഇപ്പം നമ്മൾ മരിച്ചാലും ശവക്കല്ലറയിൽ എഴുതി വയ്ക്കാം, എൻ്റെ പേരെഴുതി വയ്ക്കാം. കല്ലേ കൊത്തി പേര് പോവുകയില്ല. മാർബിളിൽ കൊത്തി വയ്ക്കാം, അതെൻ്റെ പേരായിരിക്കും. പക്ഷേ ഇന്നലകളിൽ മിന്നിയ പല ആളുകളും ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് വിളിക്കപ്പെട്ടവർ കാലുമാറി ചവിട്ടിയപ്പോൾ പേര് കിട്ടുപോയി. പ്രവാചകൻ എന്ന് വിളിച്ച പല ആളുകളെ പിന്നെ അങ്ങനെ വിളിച്ചില്ല. പൗലോസിൻ്റെ എഴുത്തിനകത്ത് നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. തിമോത്തിയോസിന് എഴുതി 2-ാമത്തെ ലേഖനത്തിനകത്ത് അദ്ദേഹം കുറേ ലിസ്റ്റ് പറഞ്ഞിട്ട് പറഞ്ഞു, ഇന്നാരും ഇന്നാരും ഒക്കെ നമ്മുടെ കൂടെ ഉള്ളവരായിരുന്നു, പക്ഷെ അവരൊക്കെ ലോകത്തെ സ്നേഹിച്ചു, നമ്മെ വിട്ടുപോയി. അപ്പം സഹോദരൻ എന്നുള്ള പേര് മാറി. സ്തോത്രം. ഗലാത്യ ലേഖനത്തിൽ ഇവിടെ പറയുന്നുണ്ട്, സഹോദരൻ എന്ന് പേർ കൊണ്ട ഒരുത്തൻ
ദൈവസഭയ്ക്ക് ചേരാത്തത് ചെയ്താൽ അടുത്ത വാക്ക് ആ മനുഷ്യനെ നിങ്ങളിൽ നിന്നും മാറ്റി നിർത്താം. അപ്പോൾ സംഭവം അറിയണ്ടോ? പേരെന്തായിരുന്നു? സഹോദരനായിരുന്നു. അങ്ങനെ പേർ കൊണ്ടുവരുത്തണം. അങ്ങനെ തന്നെ വാക്ക്. എവിടെ അന്ന് തപ്പിയെടുക്കാൻ നോക്കിയപ്പോൾ വലിയ പാടാണ്. ഇപ്പോൾ തപ്പാൻ നോക്കി കഴിഞ്ഞാൽ ഇപ്പം സമയം തീരും, നിങ്ങളുടെ ബാക്കി പ്രസംഗം പോവും. വീട്ടിൽ പോയി തപ്പിയിട്ട് എനിക്കിവിടെ അയച്ചു തന്നാൽ മതി. സ്തോത്രം. സഹോദരൻ എന്ന പേര് കൊണ്ട്. അപ്പോൾ അതിൻ്റെ പേര് കൊണ്ടെന്ന് വെച്ചാൽ അവനങ്ങനെ പേര് കിട്ടി. ദൈവസഭയ്ക്കകത്ത് സഹോദരൻ എന്ന് വിളിക്കാൻ പേര് കിട്ടി. പക്ഷെ അവൻ ദൈവത്തെ മറന്നും സഭയ്ക്ക് കൊള്ളതാത്തം ചെയ്തപ്പോൾ അവനെ അടുത്ത വാക്ക് ആ മനുഷ്യനെന്നായി. അവൻ്റെ പേര് പോയി. കെട്ടുപോകാം. ദൈവം നമുക്ക് തന്ന പേരുണ്ട്. അത് കെട്ടുപോകാൻ ഏറിയ വെള്ളങ്ങൾ, വലിയ ഉഷ്ണക്കാറ്റുകൾ നമുക്ക് നേരെ ശക്തമായിട്ട് ആഞ്ഞടിച്ചാലും സ്വർഗം തന്ന പേര് കെട്ടുപോകരുത്. അത് കെട്ടുപോകാൻ ദുഷ്ടൻ നോക്കുമ്പോൾ ഒരു കൂട്ടം ആളുകളെ ദൈവം അഭിഷേകം ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ദൈവം നിനക്ക് തന്ന പേര് കെട്ടുപോകരുത്. നിനക്ക് സ്വർഗം തന്ന പേര്, ദൈവം മക്കളെന്ന പേര്, അങ്ങനെ വിളിക്കപ്പെടാൻ എഴുതിയിരിക്കുന്നത്. ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ എന്ന് വെച്ചിട്ട് ഒരു ക്യാപ്ഷനാണത്. ആ പേര് ഇല്ലാതായി പോകരുത്, കെട്ടുപോകരുത്. കെട്ടുപോകാൻ സാധ്യതയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, കെട്ടുപോകാം. ദൈവം തന്ന പേര്, അപ്പോസ്തലൻ എന്ന പേര്, പ്രവാചകൻ എന്ന പേര്, ദൈവമകൻ എന്ന പേര്, സഹോദരി എന്ന പേര്, എന്തുമാകട്ടെ, സ്വർഗത്തിലെ ദൈവം തന്നത് കെട്ടുപോകാം. രണ്ടെണ്ണോടെ പറഞ്ഞു നിർത്താം. ബാക്കി പ്രസംഗത്തിൻ്റെ പകുതി കിടക്കുകയാണ്. അത് മറ്റൊരു സന്ദർഭത്തിൽ പറയാനുള്ള അവകാശം എടുക്കാം. ഇപ്പം രണ്ടെണ്ണോട് പറഞ്ഞു നിർത്താം. പെട്ടെന്ന് വായിച്ചു. അടുത്തത് ഇയ്യോബിൻ്റെ പുസ്തകം 17:1 വായിച്ചേ. ഇയ്യോബിൻ്റെ പുസ്തകം 17:1. ഇയ്യോബിൻ്റെ പുസ്തകം 17:1 വായിച്ചേ. എന്റെ ശ്വാസം ക്ഷയിച്ചു, എന്റെ ആയുസ് കെട്ടുപോകുന്നു, എന്റെ ആയുസ് കെട്ടുപോകുന്നു. സ്തോത്രം. എൻ്റെ ശ്വാസം ക്ഷയിച്ചും എൻ്റെ ആയുസ് കെട്ടുപോകുന്നു. എൻ്റെ ആയുസ്, സ്തോത്രം, കെട്ടും പോകുന്നു. അല്ലേ? അങ്ങനെയല്ലേ? 17:1 ഞാൻ നോക്കട്ടെ. സ്തോത്രം. എൻ്റെ ശ്വാസം ക്ഷയിച്ചും, സ്തോത്രം, എൻ്റെ ആയുസ് കെട്ടുപോകുന്നു. സ്തോത്രം. കേട്ടോളണേ. അപ്പം നാലാമത്തെ കാര്യം, ആയുസ് കെട്ടുപോകാം. സ്തോത്രം. ആയുസ് കെട്ടുപോകാം. നമ്മുടെ ഒരു ചിന്തയുണ്ട്. നമ്മൾ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന, ഞങ്ങളുടെ നാട്ടിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് അരി എത്തുക എന്ന്. അങ്ങനെ പറയാറില്ലേ നമ്മൾ? അല്ലേ? അമ്മയ്ക്ക് വെച്ചാനൊക്കെ അരി എത്തുകയെന്ന്. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയില്ല. നമ്മൾ ചോദിച്ചാൽ അറിയായിരിക്കും. സ്തോത്രം. അരി എത്തുക എന്ന് പറഞ്ഞ് എന്താണെന്നുള്ളത് നമുക്കൊരു ചിന്തയുണ്ട്. സ്തോത്രം. ദൈവം തമ്പുരാൻ ഒരായുസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, 95 വയസ്സ്. അവിടെ എത്താതെ നമ്മൾ തീരിയല്ലെന്ന്. പക്ഷെ വേദവസ്തം കൃത്യമായി പഠിച്ചാൽ അങ്ങനെയല്ല. ഒരു പ്രാർത്ഥനയുണ്ട്, ദൈവമേ ആയുസിൻ്റെ മധ്യത്തിൽ. ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്താ? 90 വയസ്സിലെ എടുക്കത്തുള്ളൂ എന്ന് വെച്ചാൽ പിന്നെ ഈ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ടോ? അപ്പോൾ എന്ത് സംഭവിക്കാം? അങ്ങനെ എന്ന് ചാവണമെന്നൊന്നും ദൈവം വെച്ചിട്ടില്ല. വേണമെങ്കിൽ ഇന്ന് ചാവാം, വേണമെങ്കിൽ 80 വയസ്സ്. അത് നമ്മുടെ കയ്യിലായിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഭാരതീയ പശ്ചാത്തല ഒരു കണക്കാണ് അരി എത്തിയില്ലെന്ന്. അല്ലെങ്കിൽ പിന്നെ മറ്റേ പ്രാർത്ഥനയ്ക്ക് അല്ലേ? യുക്തിയില്ലാത്തൊരു പ്രാർത്ഥന ബൈബിളിൽ വായിക്കാൻ പറ്റുമോ? എൻ്റെ ദൈവമേ, അപ്പം ഞാനിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ കർത്താവേ ആയുസിൻ്റെ മധ്യത്തിൽ എടുക്കരുത് എന്ന് പറയുമ്പോൾ യേശുവമ്പരൻ അപ്പുറം എന്നാ മണ്ടത്തരം പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത്? നിനക്ക് 90 വയസ്സ് എഴുതി വെച്ചിരിക്കുകയല്ലേ, പിന്നെ അങ്ങനെ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കില്ലായിരുന്നോ? അപ്പം അതിൻ്റെ അർത്ഥം എന്താ? സ്തോത്രം. ആയുസിൻ്റെ മധ്യത്തിൽ 80 വയസ്സ് വരെ പോകേണ്ട ആൾ 40-ാം വയസ്സിൽ വേണമെങ്കിൽ തട്ടിപ്പാം. സൂക്ഷിച്ചോളണം. ആയുസ് കെട്ടുപോകാതിരുന്നവർക്കായി സ്തോത്രം പറഞ്ഞേരെ. സ്തോത്രം. ദൈവത്തോട് പറ്റിച്ചേർന്ന് ദൈവകൃപയിൽ നിന്നാൽ കാണേണ്ടതൊക്കെ കണ്ടിട്ട് അക്കരെ നാട്ടിപ്പോവാം. അല്ലെങ്കിൽ ആയുസ് കെട്ടുപോകും. ജീവിച്ചിരിക്കാറുണ്ട് കുറേയും കൂടെ. സ്തോത്രം. ഞാൻ സാറയെ പലപ്പോഴും ഓർക്കാറുണ്ട്. സാറയെ. സാറയെ? അബ്രഹാമിൻ്റെ സാറേ. സ്തോത്രം. വേറെ സാറയെ ഓർക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ. പാവമ്മച്ചി ഓർക്കാറുണ്ട്. വയസ്സാം കാലത്ത് കാത്ത് നിന്ന് കിട്ടിയ മോനാണ് ഇസഹാക്ക്. ഇസഹാക്കിൻ്റെ കല്യാണത്തിൻ്റെ തലേ കൊല്ലം അല്ലെങ്കിൽ തലേ അധ്യായത്തിൽ സാറ മരിച്ചു.
സത്യത്തിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, കാത്തിരുന്ന് കിട്ടിയൊരു മോനല്ലേ? ഈ സാറ ചത്തതിന് ശേഷം അബ്രഹാം സുന്ദരിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അതിനകത്തും പിള്ളേരുണ്ടായി. അതും വായിച്ചിട്ടില്ലേ? ഒന്നും വായിച്ചിട്ടില്ല. അതൊന്നും സ്തോത്രം. സത്യത്തിൽ എൻ്റെ ഒരു പരിഭവമായിരുന്നു, ഇത്രയൊക്കെ പിടിച്ചു നിർത്തിയ സ്ഥിതിക്ക് ചെറുക്കൻ്റെ കല്യാണം അവിടെ കണ്ടിട്ട് എടുത്താൽ മതിയായിരുന്നു അല്ലേ? ഹാഗാറുമായിട്ടുള്ള ഏറ്റുമുട്ടൽ മനസ്സിലായി, ദൈവത്തിന് മനസ്സിലായി, ഒരു മരുമോള് വീട്ടിൽ വന്ന ഇവള് ജീവിച്ചിരുന്നാൽ അബ്രഹാമിൻ്റെ അഡ്രസ്സ് പോവും. അതിനൊക്കെ മുമ്പ് തള്ളയെടുക്കുക നല്ലത്. സത്യമല്ലേ? ഇപ്പം എല്ലാ അമ്മമാരും സൂക്ഷിച്ചോ, ഞാൻ അറം പറ്റിയ വാക്ക് പറയുകയല്ല. സ്തോത്രം. അല്ലെങ്കിൽ നിങ്ങൾ സാറ് എന്ന് ഓർത്ത് നോക്കിയേ, സാധാരണ അബ്രഹാം അല്ലേ നമ്മുടെ രീതിക്ക് അനുസരിച്ച് ആദ്യം വയസ്സിനായി പോകേണ്ടത്, അങ്ങേർക്ക് പിന്നെയും കല്യാണം കഴിക്കാൻ പറ്റിയെന്ന്. കെതൂറെ കെട്ടിയില്ലേ? കെതൂറെ പിള്ളേരുണ്ടായില്ലേ? അമ്മമ്മയ്ക്ക് വേറെ കേട്ടണ്ട, ഈ ചെറുക്കൻ്റെ കുഞ്ഞിനെ ഒന്നെടുത്ത് എന്നിട്ട് വിളിക്കായിരുന്നല്ലോ. വിളിച്ചില്ല. ദൈവം പറഞ്ഞു, ചെറുക്കന് കല്യാണം ആലോചിക്കുന്നതൊക്കെ ആകുമ്പോൾ അമ്മ അങ്ങ് പോരെന്ന് പറഞ്ഞു. പായസ് കെട്ടുപോവാം, സംഭവിക്കരുത്. അതുകൊണ്ടാണ് ഈ 7-ാം അധ്യായം രാവിലെ ഒത്തിരി ചിന്തിച്ച് ഞാൻ ഏതാ കൊരിന്ത്യർ ലേഖനം? അതിനകത്ത് വേറൊന്നുമില്ല, പൗലോസിൻ്റെ പ്രാഗൽഭ്യമാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ആരെയും കെടുത്തിയിട്ടില്ല, ഞാൻ ആരുടെ ഒന്നും വഞ്ചിച്ചിട്ടില്ല, ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ല. ഈ പ്രാഗൽഭ്യം അദ്ദേഹത്തെ ആരുടെ മുമ്പിലും നിർത്തും, ഏത് പ്രശ്നത്തിൻ്റെ മുമ്പിലും നിർത്തും. വാസ്തവത്തിൽ അത് പറയാൻ അദ്ദേഹം 7-ാം അധ്യായം എഴുതുന്നത്. സ്തോത്രം. അതിനിടയിൽ പറഞ്ഞതാണ് നമ്മൾ ഇന്നത്തെ ചിന്താവിഷയം, കെടുത്തിക്കളയുക. വേണമെങ്കിൽ ചില കുടുംബത്തെ നമുക്ക് ഊതിക്കെടുത്താം, സഭയെ കെടുത്തിക്കളയാം. എത്രയോ പേരത് ചെയ്തിട്ടുണ്ട്. കർത്തൃദാസന്മാരെ കെടുത്തിക്കളയാം, മക്കളെ കെടുത്തിക്കളയാം. പക്ഷെ കെടുത്തിയാൽ ഓർത്തോളം പ്രാഗൽഭ്യം പോയി. ഒന്നും ചെയ്തില്ലെങ്കിലും കെടാൻ അനുവദിച്ചില്ല. ആരോ കെടാൻ തുടങ്ങിയപ്പോൾ ആരും അറിയാതെ, നോട്ടീസിൽ പേരുമില്ല, നമുക്കൊന്നും കിട്ടിയില്ല. പക്ഷെ ആരോ കെടാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ, ഭാര്യയും ഭർത്താവും കൂടി അവിടെ ചെന്നിരുന്ന് അങ്ങനെയൊന്നും പറയരുത്, നിങ്ങൾ സ്തോത്രം പിരിയാൻ ആഗ്രഹിക്കരുത്, നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നു പറഞ്ഞ് നിങ്ങൾ 2 കരം കൊണ്ട് അവരെ ചേർത്ത് പിടിച്ചാൽ നിങ്ങളുടെ ആയുസ്സിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇതൊരു വലിയ മാർമികമായ കാര്യമാണ് വരുന്നത്. സ്തോത്രം. കെടുത്താൻ എളുപ്പമാണ്, പക്ഷെ കത്തിക്കാൻ ഭയങ്കര പാടാണ്. സ്തോത്രം. അടുപ്പ് കത്തിച്ചുകൊണ്ടിരുന്ന കാലത്ത്, അങ്ങനെ ഇന്നും ആരെങ്കിലും കഞ്ഞി വെക്കുന്നുണ്ട് അറിയാം, നേരം വെളുക്കുമ്പോഴൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ അടുപ്പ് കൂട്ടി നനവുള്ള കാലത്ത് കത്തിച്ചെടുക്കാൻ എന്തോ പാടാന്നറിയാമോ? അത് കെടുത്താൻ 1 കപ്പ് വെള്ളം കോരി ഒഴിച്ചാൽ മതി. ഒരു സ്ഥാപനം പണിതുകൊണ്ട് വരാൻ, ഒരു സഭ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ, ഒരു കുടുംബം നിലനിർത്താൻ, ഒരു കുഞ്ഞിനെ പഠിപ്പിച്ചുകൊണ്ട് വരാൻ, ഒരു ഭാര്യ ഭർത്തൃബന്ധം നിലനിർത്താൻ വലിയ പാടാണ്. അതിനെ കത്തിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ അതിനെ കെടുത്താൻ എളുപ്പമാണ്. ഇന്ന് പകൽക്കാലം കേട്ടോളണം, പ്രാഗൽഭ്യം എന്ന് പറയുന്ന ഒരു വിഷയം ബൈബിളിനകത്തുണ്ട്. അത് മറ്റൊരു ദിവസം നമുക്ക് പ്രസംഗിക്കാം. അത് പോയാൽ പിന്നെ നമ്മൾ നിലയില്ലാത്ത വെള്ളത്തിൽ കൈയും കാലിട്ടടിക്കുന്ന പോലെ ഉപവസിക്കാന്നേ ഉള്ളൂ. കെടുത്തരുത്, ആയുസ് കെട്ടുപോകാം. സൂക്ഷിച്ചോളണം. സ്തോത്രം. അതുകൊണ്ട് 17-ാമത്തെ അധ്യായത്തിനകത്ത് അദ്ദേഹം പറയുന്നു, എൻ്റെ ശ്വാസം ക്ഷയിച്ചു, എൻ്റെ ആയുസ്സും കെട്ടുപോകുന്നു. പക്ഷേ ദൈവകൃപയെ അദ്ദേഹത്തിന് പേടിയായിരുന്നു. യോബിൻ്റെ സ്തോത്രം ജീവിതത്തിന് അങ്ങനെയൊന്നും കെട്ടുപോയില്ല കേട്ടോ. അയാൾ പിന്നെ നന്മ കണ്ടിട്ടാണ്, ഭയത്തിനകത്ത് അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്ന് പറഞ്ഞാൽ എൻ്റെ ആയുസ് കെട്ടുപോകുകയെന്ന്. പക്ഷെ ദൈവം സാത്താൻ്റെ ശക്തികളും സ്വന്തം സഹോദരങ്ങളെ പോലെ കൂട്ടുകാരും വീട്ടിൽ വന്നിരുന്നു ഊതിക്കെടുത്താൻ വേണ്ടി. വാക്കുകൊണ്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക, കടലാസ് വെച്ച് ഊതുന്നത് പോലെ ഊതാൻ നോക്കിയിട്ടും കെട്ടില്ല യോബ്.
ഇന്ന് പകൽ ഞാൻ നിങ്ങളുടെ ചിലരോട് പറയാം, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും സ്തോത്രം മറ്റു പലരും വന്ന് നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളെ കെടുത്താൻ നോക്കി, വർഷങ്ങൾ നോക്കിയിട്ട് യോബിന്റെ കുടുംബത്തിൽ കെടുത്താൻ നോക്കിയതുപോലെ നിന്നോട് കൂടെ കൂടെ പോയി ചത്തുകൂടെ എന്ന് പറഞ്ഞിട്ടും നിന്റെ ആയുസ് കെടുത്താൻ നോക്കിയിട്ട് ഇന്നും നീ തലമുടി നരച്ചും പ്രായത്തോടും പക്വതയോടും കൂടി ഇരിക്കുന്നെങ്കിൽ അതിനർത്ഥം നിന്നെ കെടുത്താൻ എന്റെ ദൈവം അനുവദിച്ചില്ല. സാത്താനും കൂട്ടരും കൂടി 1000 പ്രാവശ്യം നോക്കി നിന്റെ ആയുസ് കെടുത്താൻ, പക്ഷേ ദൈവം കെടുത്താൻ അനുവദിച്ചില്ല. 17 അധ്യായത്തിലേ എത്തിയുള്ളൂ. 42 അധ്യായത്തിലേക്കൊക്കെ എത്തുമ്പോൾ സ്തോത്രം നമുക്കറിയാം, ആയുസ് പിന്നെയും എത്രയാ 100 ചില്ലാൻ വർഷം കൂടി തിരിച്ചു വന്നു. 17 അധ്യായത്തിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, എന്റെ ആയുസ് കെട്ടുപോകുന്ന എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഇവിടെ ഞാൻ പിടച്ച് വീണ് മരിക്കൂ, എന്റെ കാലുറയ്ക്കുന്നില്ല, എന്റെ നരിയാണി ഉറയ്ക്കുന്നില്ല, എന്നോട് കൂടെ കൂടെ ചാവാൻ ആരോ എന്റെ അടുക്കൽ ഇരുന്ന് പറയുകയാണ്. നീ എന്തിനാ ജീവിക്കുന്ന ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് ചത്തുകൂടെ എന്ന് സ്വന്തം വീട്ടിൽ നിന്ന് ചോദ്യങ്ങൾ ഉയരുകയാണ്. എൻ്റെ മനസ്സാക്ഷിയുടെ കോടതിയിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ സാക്ഷിമൊഴി പറയുന്നത് പോലെ പലരും എൻ്റെ ഹൃദയത്തിനകത്തിരുന്ന് ചോദിക്കുകയാണ്, ഇയാൾ എന്തിനാണോ ജീവിക്കുന്നത്, നാണം കെട്ട ജീവിതമെന്ന്. പക്ഷെ എൻ്റെ ദൈവം എന്നോട് പറയുന്നു, ഈ ചോദ്യങ്ങൾ 1000 വട്ടം കാതിൽ കേട്ട യോബ് 17 അധ്യായത്തിനകത്ത് എൻ്റെ ആയുസ് കെട്ടുപോയി എന്ന് പറഞ്ഞിട്ടു എൻ്റെ ദൈവം കെടാൻ അനുവദിച്ചില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം കെടാൻ അനുവദിച്ചില്ല. 17 കഴിഞ്ഞു, 18 കഴിഞ്ഞു, 20 കഴിഞ്ഞു, 30 കഴിഞ്ഞു, 38 കഴിഞ്ഞു, 40 കഴിഞ്ഞു, 42 വന്നു അധ്യായങ്ങൾ. പഴിയും ദുഷിയും കഥയും കള്ളത്തരങ്ങളൊക്കെ കേട്ടു, പക്ഷെ ആയുസ് കിട്ടില്ല. പിന്നെയും മക്കളെ കണ്ടു, പിന്നെയും സമ്പത്ത് കണ്ടു, പിന്നെയും വീട് കണ്ടു, പിന്നെയും ഹല്ലേലൂയ ജീവിതത്തിന് ബാക്കി 100 ചില്ലാൻ ആണ്ടുകൾ സ്വർഗത്തിലെ ദൈവം ആയുസ് കെട്ടുപോകുമെന്ന് പറഞ്ഞവന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം ആ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാമോ, ഇപ്പോഴൊന്നും ദൈവമേ സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി തീരില്ല. ഞാൻ എൻ്റെ മക്കളെ കാണും, കൊച്ചുമക്കളെ കാണും, അവരുടെ നന്മ കാണും. കെട്ടുപോകുമെന്ന് വിചാരിച്ച പല ഘട്ടങ്ങളിലും സ്വർഗം അത് ചെയ്യാൻ അനുവദിച്ചില്ല. ദൈവത്തിന്റെ വിശ്വസ്തത കരമുയർത്തിക്കൊണ്ട് പറ, എന്റെ ദൈവം എന്നെ 42 അധ്യായം കാണാൻ അനുവദിക്കാം. അതുവരെ ആയുസ് കെട്ടുപോകാൻ അനുവദിക്കുകയില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ. വേറെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഒരു വാക്കോടെ വായിച്ച് 5-ാമത്തെ കാര്യം പറഞ്ഞ് നിങ്ങൾക്കായി പ്രാർത്ഥിച്ച് നിങ്ങളെ സമാധാനത്തോടെ അയക്കാൻ ആഗ്രഹിക്കുന്നു. കെടുത്തരുത്, കെടാൻ നിങ്ങൾ അനുവദിക്കരുത്, നിങ്ങൾ കെട്ടുപോകരുത്. ബാക്കി സംഭവിക്കുന്ന എന്ത് സംഭവിക്കട്ടെ. മോഹഭംഗങ്ങൾ, സ്വപ്നതുല്യമായിരിക്കുന്ന പല പൂമുതിർന്ന് വീണത്, ഇല വാടിപ്പോയത്, പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചത്, ഉഷ്ണക്കാറ്റ് വന്നത്, ഇയ്യോബിൻ്റെ പോലെ സ്വന്തം സഹോദരങ്ങൾ അടുത്തിരുന്ന് സ്തോത്രം ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചതുപോലെ വാക്കുകൊണ്ട് പീഡിപ്പിച്ചത്, സ്വന്തം ഭാര്യ മരിച്ചുകൂടെ എന്ന് ചോദിച്ചത്, ഇതൊന്നും വലിയ കാര്യമാക്കണ്ട. ഇത്രയൊക്കെ സംഭവിച്ചാലും നിങ്ങൾ കെട്ടുപോകാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ നേരെ കരം നീട്ടി ആശംസിച്ചു വിടാം. അടുത്ത കൊല്ലം ഈ സമയത്ത് പുതിയ പൂവുണ്ടാകും, പുതിയ കൊമ്പുകൾ ഉണ്ടാകും. വേരറ്റു പോകാതിരുന്നാൽ നിങ്ങൾക്കിനിയും തളിർപ്പുണ്ടാകും, നിങ്ങൾക്കിനിയും ശാഖകൾ ഉണ്ടാകും, നിങ്ങൾക്കിനിയും ഉയർച്ചയുണ്ടാകും. ദൈവം തന്ന പേരറ്റു പോകാതിരുന്നാൽ ഇനിയും നിന്നെ ശുശ്രൂഷയ്ക്ക് വിളിക്കും. അത് കളയരുത്. ഇതൊരു പരീക്ഷാ കാര്യം കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച പോലെ സമയമായിരിക്കും. ഇപ്പം നിന്നെ ആരും കണ്ടില്ലെന്ന് വെക്കും, നിന്റെ കയ്യിൽ വമ്പൻ സാധനങ്ങൾ കാണും. പക്ഷെ ദൈവം നിനക്ക് തന്ന പ്രവാചകൻ എന്നുള്ള പേര് അത് മുഴങ്കാലുമേലിരുന്ന് നിലനിർത്തണം. ആ പേര് കെട്ടുപോകരുത്, ആ വിളക്ക് കെട്ടുപോകരുത്. കർത്തൃദാസൻ എന്നുള്ള പേര് കെട്ടുപോകരുത്. അത് കെട്ടുപോകാതിരുന്നാൽ ഇനിയും അവസരങ്ങൾ വരും. നിന്നെ കെടുത്താൻ ശത്രുവിന് കഴിയാതിരുന്നാൽ മതി. അവസരങ്ങളെ കെടുത്തിയേക്കാം, പ്രശ്നങ്ങളെ കെടുത്തിയേക്കാം, പ്രതികൂലങ്ങളെ കെടുത്തിയേക്കാം, പ്രതിസന്ധികളെ കെടുത്തിയേക്കാം, നിന്നിലുള്ള പൂവും കായും ഒക്കെ കെട്ടേക്കാം. പക്ഷേ നീ കെട്ടുപോകാതിരുന്നാൽ ഇനിയും നിന്നെ തേടി ആള് വരും. അവസാനത്തെ വാക്യം കൂടി ഷീലാൻഡി വായിച്ചാൽ യോശുവയുടെ പുസ്തകം 2:11. യോശുവയുടെ പുസ്തകം 2:11 പെട്ടെന്നെടുത്തു. ശ്രോത്രം എനിക്ക് കിട്ടിയ വാക്യങ്ങളാണ് പരിശുദ്ധാത്മാവ് ഞാൻ ചേർത്ത് വെച്ചത്. ഇതിൻ്റെ നല്ല വാക്യങ്ങളൊക്കെ വേറെ കണ്ടേക്കാം, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ മാത്രം പറഞ്ഞ് നിർത്തിക്കുകയാണ്. 2:11 എന്താ എഴുതിയിരിക്കുന്നത്? 2:11 വായിച്ചാട്ടെ. കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി, നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. ധൈര്യം കെട്ടുപോകുക. 5-ാമത്തെ കാര്യം ധൈര്യം കെട്ടുപോകുക. ആത്മീയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ധൈര്യമാണ്.
സ്തോത്രം. പ്രത്യേകിച്ച് നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ദുഷ്ടാത്മസേനയോടുമാണ്. ആ സേനയോട് പോരാടുന്നതിന് വേണ്ടത് വടിയും വാളും വാക്ചാതുര്യമല്ല, ധൈര്യമാണ്. സാത്താൻ ഏറ്റവും ശ്രമിക്കുന്നത് ധൈര്യം കെടുത്താനാണ്. ധൈര്യം കെട്ടുപോയൊരു വിശ്വാസിക്ക് പിശാചിനോട് എതിർത്ത് നിൽക്കാൻ പറ്റില്ല. അത് കെട്ടുപോകാൻ സാധ്യതയുണ്ട്. ബാക്കി എന്തൊക്കെ വന്നാലും പിടിച്ചു നിൽക്കാൻ ധൈര്യമുണ്ടെങ്കിൽ, യേശു കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ. സ്തോത്രം. ശൗലും ദാവീദും രണ്ടുപേരും ഒരേ അഭിഷേകം ഒരേ കാലഘട്ടത്തിൽ പ്രാപിച്ചവരാണ്. ഇത് രണ്ടുപേരുടെയും തലയിൽ കിൻഡിൽ കണക്കിന് അഭിഷേകം ഉണ്ടെങ്കിലും സ്തോത്രം, രണ്ടുപേരുടെയും ധൈര്യത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നു. ശൗലിന് ധൈര്യമില്ലായിരുന്നു, ദാവീദിന് ധൈര്യം ഉണ്ടായിരുന്നു. അഭിഷേകം പോലും ഫലിക്കണമെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിലേ പറ്റൂ. ശുശ്രൂഷ ഫലിക്കണമെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിലേ പറ്റൂ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ധൈര്യം കെട്ടുപോകരുത്. ഞാൻ നിങ്ങളോട് വീണ്ടും പറയാം, 10 വട്ടം പരീക്ഷ എഴുതിയപ്പോൾ നീ തോറ്റപ്പോൾ ധൈര്യം കെട്ടുപോയി. ധൈര്യം കെടരുത്. ഇനിയും ദൈവം അവസരങ്ങളുമായി നിൻ്റെ വീട്ടുവാതൊക്കെ വരും. ദൈവം പ്രവർത്തിക്കും. ചില മുഖാന്തരങ്ങൾ ദൈവം നിനക്ക് തരുന്നത് വലിയ വലിയ കാര്യങ്ങളെ ഫേസ് ചെയ്യാനുള്ള ധൈര്യത്തിനാണ്. ആരുടെയും മുമ്പിൽ കരടി വന്നിട്ടില്ല, ആരുടെയും മുമ്പിൽ സിംഹം വന്നിട്ടില്ല. പക്ഷെ ദാവീദിന് സിംഹത്തെയും കരടിയൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു. എന്തിനാ? നാളെ 10 പേരുടെ മുമ്പിൽ നീ ഗോലിയാത്തിനെ തകർക്കേണ്ടവനാണ്. ആരും അറിയാത്ത കാട്ടിനകത്ത് കരടിയെ കയറിയത്, ആരും അറിയാത്ത കാട്ടിനകത്ത് സിംഹത്തെ കയറിയത്. അന്ന് ഫോട്ടോ എടുക്കാൻ ആരുമില്ല, സെൽഫി എടുക്കാൻ ആരുമില്ല. അന്നത് ചെയ്തത് ആരും കണ്ടില്ല. അത് രണ്ടും നിന്നെ അസാധാരണ ധൈര്യമുള്ളവനാക്കി മാറ്റി. അതാണ് അദ്ദേഹം ID കാർഡായിട്ട് ശൗലിൻ്റെ മുമ്പിൽ കൊണ്ട് കാണിച്ചത്. നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇയാൾ ആരാണ്, ഇയാൾ ആരുടെ മോനാണ് എന്ന് ചോദിച്ചപ്പോൾ ഇയാൾക്ക് എന്താ ഇത്ര പ്രാഗൽഭ്യം? 40 ദിവസമായിട്ട് ഞങ്ങൾ തോറ്റു നിൽക്കുന്നവരുടെ നടുവിലേക്ക് നീ വരാൻ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊണ്ട് കാണിച്ചത് ഇതാണ്. സാറേ, എൻ്റെ കയ്യിലൊരു പ്രാഗൽഭ്യമുണ്ട്. അതിതാണ്, ഒരിക്കലൊരു കരടിയും ഒരിക്കലൊരു സിംഹവും വന്നു, അതിനെ ഞാൻ കീറിയതാണ്. ആ ധൈര്യം ആരും കണ്ടില്ല, പക്ഷേ ഇത് പലര് കണ്ടു, ലോകപ്രസിദ്ധമായി. സ്തോത്രം. ഇന്നും അത് 1000 വേദികളിൽ പ്രസംഗ വിഷയമായി. ആരും കാണാതെ നീ ജയിച്ച ജയങ്ങൾ, ആരും കാണാതെ നീ ഉപയോഗിച്ച നിൻ്റെ ആത്മീക ധൈര്യം, അത് ദൈവം നിനക്കൊരു ID കാർഡായിട്ട് തരികയാണ്. നാളെ സ്വർഗത്തിലെ ദൈവം നിൻ്റെ ധൈര്യം 1000ങ്ങളുടെ മുമ്പിൽ വിലയുള്ളതാക്കി മാറ്റും. ഞാൻ അവസാനിപ്പിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കുക, ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി അല്പം മുന്നോട്ട് പോയി കാണും. കാരണം ഇന്ന് ആത്മീക അന്തരീക്ഷം അത്ര ശക്തമായിരുന്നതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. കമ്പി സ്തോത്രം കുത്തി നിർത്തുന്നത് പോലെ നിർത്താൻ പറ്റിയില്ല. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ. എല്ലാ പ്രിയപ്പെട്ടവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കെട്ടുപോകാവുന്നൊരു ലോകത്താണ് നാം ജീവിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. ആയുസ്സൊക്കെ എപ്പോൾ വേണമെങ്കിലും കെട്ടുപോകാം. അതിനൊന്നും കൃത്യമായിട്ട് ഒരു വരച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റിയല്ല. സ്തോത്രം. അത് കെട്ടുപോകാതിരിക്കാൻ ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന അവസരങ്ങൾ പാഴാക്കരുത്. ദൈവസഭയുമായിട്ടൊരു അസാധാരണ ബന്ധം നിങ്ങൾക്ക് വേണം കേട്ടോ. വേരുമായിട്ട് നിങ്ങൾക്ക് ഒരു വലിയ ബന്ധമുണ്ടാകാൻ. അത് കെട്ടുപോകാത്തിടത്തോളം കാലം പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഈ ദൂത് കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ കർത്താവിൻ്റെ സന്നിധി നിൽക്ക്. ദൈവത്തോട് പറ, നാഥ, ചുറ്റുവട്ടത്ത് കിടക്കുന്നവരെല്ലാം എങ്ങനെയെങ്കിലും തല്ലിക്കെടുത്താൻ നോക്കുന്നവരാണ്. കാടിന് തീ പിടിക്കുമ്പോൾ റോഡ് സൈഡിലൊക്കെ നല്ല മീനമാസത്തിൽ ആരെങ്കിലും ബീഡി വലിച്ച് ബീഡി കുറ്റിയിട്ട് കഴിയുമ്പോഴത്തേക്കും റബ്ബറിൻ്റെ ഇലയും കരിയിലയും കൂടി കത്തിപ്പിടിച്ച് കയ്യാലയ്ക്ക് തീ പിടിക്കുമ്പോൾ ആളുകൾ ഓടി വന്ന് പച്ച സ്തോത്രം കമ്പ് വെട്ടിയെടുത്ത് തല്ലിക്കെടുത്തുന്ന കണ്ടിട്ടുണ്ട്. ഇതുപോലെ പ്രാർത്ഥിച്ചാരാധിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പച്ചക്കമ്പ് വെട്ടി ഓലമടൽ വെട്ടി തല്ലിക്കെടുത്താൻ നോക്കുന്ന ശക്തികളായിരിക്കും നിന്റെ വീടിനകത്തും ചുറ്റും പുറകിലൊക്കെ കാണുന്നത്. പക്ഷെ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, കെടരുത്, കെടാൻ അനുവദിക്കരുത്. കെടുത്താൻ നോക്കുന്നവരും ആത്മാവിൽ നീ തന്നെ ജ്വലിച്ചോളണം. യേശുവിന്റെ നാമത്തിൽ
രൂപഭംഗി കെട്ടുപോയിട്ട് കർത്താവിന്റെ അടുക്കലേക്ക് വരരുത്. നിന്റെ രൂപഭംഗി കെട്ടുപോകരുത്, നിന്റെ വേര് കെട്ടുപോകരുത്, നിന്റെ പേര് കെട്ടുപോകരുത്, നിന്റെ ആയുസ് കെട്ടുപോകരുത്, നിന്റെ ധൈര്യം കെട്ടുപോകരുത്. നിന്നെ ആരും കെടുത്തരുത്. നിന്നെ കെടുത്തി കളയുന്നവർക്ക് നിന്റെ ഹൃദയത്തിനകത്ത് നീ അവസരം കൊടുക്കരുത്. നിന്നെ കെടുത്തുന്ന വിഷയങ്ങൾ നിന്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകാൻ പറയണം. പരാജയ ഭീതിയോ തോൽവിയോ നീ ഒന്നുമല്ലാതെ ആയി പോയി എന്നുള്ള ചിന്തയോ ഇത് മുഴുവൻ ഇന്ന് പകൽക്കാലം നിന്നെ കെടുത്താൻ സാധ്യതയുണ്ട്. നിന്നെ കെടുത്താൻ സാധ്യതയുള്ള ചിന്തകളോട്, നിന്നെ കെടുത്താൻ സാധ്യതയുള്ള ഭീതിയോട്, നിന്നെ കെടുത്താൻ സാധ്യതയുള്ള വിചാരങ്ങളോട്, നിന്നെ കെടുത്താൻ സാധ്യതയുള്ള വ്യക്തികളോട് നീ ആത്മാവിൽ പറയണം, ഗെറ്റ് ഔട്ട്, പുറത്തു പോകാൻ പറയണം. അകത്തിരിക്കരുത്, അകത്തിരിക്കരുത്, അകത്തിരിക്കരുത്. പുറത്തു പോട്ടെ, യേശുവിന്റെ നാമത്തിൽ പുറത്തു പോട്ടെ. നിന്നെ കെടുത്താനല്ല ദൈവം നിന്നെ വിളിച്ചത്, നിന്നെ ദീപത്തെ കത്തിച്ചത്, നിന്നെ ഉയർത്തിയത് നിന്നെ കെടുത്താനല്ല. അല്ല അല്ല. താങ്ക് യു ജീസസ്. നിങ്ങൾ തീരുമാനത്തിലാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ ഈ പ്രാർത്ഥന ഫലിക്കുകയും ചെയ്യും, എനിക്ക് ഉറപ്പുണ്ട്. ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, ഉറപ്പുണ്ട്, ദൈവം അത് ചെയ്യും. നിങ്ങളൊരു തീരുമാനത്തിലാണെങ്കിൽ ഈ പ്രാർത്ഥന ഫലിക്കും. ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ തിരുസന്നിധിയിൽ വന്ന നിമിഷം മുതൽ കർത്താവിൻ്റെ ആത്മാവ് പാടിയപ്പോഴും പറഞ്ഞപ്പോഴും പ്രസംഗിച്ചപ്പോഴും പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ഞങ്ങളുടെ മധ്യത്തിൽ വ്യാപരിച്ച ദൈവശക്തിക്ക് 1000 നന്ദി കർത്താവേ. ആത്മസാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നതിനായി നന്ദി. നിയന്ത്രിക്കാൻ കഴിയാത്ത പ്രകാശനങ്ങൾ ഞങ്ങൾക്ക് തന്നതിനായി നന്ദി കർത്താവ്. തന്ന വചനത്തിനായി നന്ദി കർത്താവേ. കെട്ടുപോകാവുന്നൊരു ചുറ്റുവട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങൾക്കറിയാം. കെടുത്തിക്കളയാൻ 1000 ആളുകളുണ്ടെന്നും അറിയാം. പക്ഷെ എൻ്റെ ദൈവം ഇന്ന് വരെ കെടുത്താതെ നിർത്തിയത് ഞങ്ങൾക്കൊരത്ഭുതമാണ് കർത്താവേ. ആ യാക്കോബിൻ്റെ ലേഖനത്തിലെ വാക്യമൊക്കെ ആശ്ചര്യപ്പെടുത്തുന്നപ്പാ. ഹല്ലേലൂയ. മുട്ടിട്ട് വന്ന പല പൂക്കളും അടർന്നു പോയാലും, പച്ചച്ച് നിന്ന പല ഇലകളും മഞ്ഞച്ച് താഴെ വീണാലും, ഈ തായ്തണ്ട് കെട്ടുപോകാതിരുന്നാൽ ഇനിയും അതിൽ പൂവിടുമെന്നുള്ള ദൈവത്തിൻ്റെ ഉറപ്പിനായി സ്തോത്രം. കർത്താവ് ചെയ്യാൻ പോകുന്ന വൻ കാര്യങ്ങൾക്ക് നന്ദി. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. വന്ന ജനത്തെ വചനം വെച്ച് ഞാൻ അനുഗ്രഹിച്ചയക്കുന്നു. അവരൊരിടത്തും തളരരുത്, ഒരു കെട്ടുപോകരുത്. കർത്താവിൻ്റെ തിരുസഭയുടെ ഭാഗമായി ഒട്ടിച്ചു ചേർക്കപ്പെടട്ടെ. സ്വർഗം അത് ചെയ്തിരിക്കുക. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. കരമുയർത്തി ഒന്നോടെ കർത്താവിന് സ്തോത്രം ചെയ്തേ. ശക്തമായി ദൈവത്തെ സ്തുതിച്ചേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മയും കാവലും നമ്മളെല്ലാവരോടും, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തോടും, നമ്മുടെ സഭയോടും, നിങ്ങളുടെ കുടുംബത്തോടും കൂടെ ഇന്നു മുതൽ നമ്മുടെ കർത്താവിൻ്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകണം.